കണ്ടോ? അത് വേറെ കാര്യമൊന്നുള്ളതല്ല. ഒരാള് ഒരു മോർഗേജർ ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടി മോർഗേജ് ചെയ്തെന്ന് വിചാരിക്കാം. ഒരാളിന് A has 2 or 3, 1 or 2, more than 1 properties. He has mortgaged 1 or 2 or 3 properties to a mortgage. Among that, if A owned 2-3 properties, item number 1, 2, 3, all the 3 properties are mortgaged to B. Among that, A had sold this item number 3 or item number 1 or item number 2 to another person. But there a purchaser comes. അല്ലേ? ഒരു പർച്ചേസർ ഇവിടെ വന്നു, പുറത്തൊരു പർച്ചേസർ വന്നു. ആ സമയത്ത് ആ പർച്ചേസർ ആ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് മോർഗേജ് ടു ബി. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മോർഗേജ്? മോർഗേജിന്റെ പർപ്പസ് എന്താണ്? an interest is transferred for securing the mortgage money. അതിനുവേണ്ടിയാണ് ആ മോർഗേജ് മണിയുടെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയുള്ളതാണല്ലോ ആ പ്രോപ്പർട്ടി മോർഗേജ് ചെയ്യുന്നത്. അപ്പോഴ് ബിയെ സംബന്ധിച്ചിടത്തോളം ആ ഐറ്റം നമ്പർ 3 പ്രോപ്പർട്ടിയിൽ അയാൾക്ക് കിട്ടാനുള്ള പൈസ എങ്ങനെ ഈടാക്കിയെടുക്കും? അത് വേറെ ആൾ ട്രാൻസ്ഫർ ചെയ്തില്ലേ? അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് മാർഷലിംഗ് എന്ന് പറയുന്നത്, അഡ്ജസ്റ്റ്മെന്റ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ദിസ് പർച്ചേസർ, ഇപ്പൊ സി ആണ് പർച്ചേസ് എന്ന് വിചാരിക്കുക, ഐറ്റം നമ്പർ 3, ഹി ഹാസ് ഗോട്ട് ആൻ ഓപ്ഷൻ. ആരോടാണ്? ഹി ക്യാൻ റിക്വസ്റ്റ് ദി മോർഗേജി ദാറ്റ് you may adjust the amount due from this particular C property which was given to me, item number 3 property given to me. You may adjust that amount from the item number 1 and 2 also, which has been already mortgaged with you. അങ്ങനെ വരുമ്പോഴത്തേക്ക് സി അതിനെപ്പറ്റി ആലോചിക്കും, ബി അതിനെപ്പറ്റി ആലോചിക്കും, എങ്ങനെ മോർഗേജ് ആലോചിക്കും. എങ്ങനെയാണ് എന്റെ മോർഗേജ് മണി ഈ ഒരു പ്രോപ്പർട്ടിയെ പോയാലും ശരി മറ്റ് 2 പ്രോപ്പർട്ടി ഈടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ വെദർ ദോസ് പ്രോപ്പർട്ടീസ് ഹാഡ് വാല്യൂ ഓർ നോട്ട്. അങ്ങനെ ഞങ്ങൾക്ക് വാല്യൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ മോർഗേജ് അസന്റ് സമ്മതം കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് പ്രോപ്പർട്ടി വിച്ച് ഹാസ് ബീൻ ഡിസ്പോസ്ഡ് ഓഫ് ടു സി ക്യാൻ ബി അബ്സോൾഡ് ഫ്രം ദിസ് ലയബിലിറ്റി. ഇതിൽ മോർഗേജിൽ നിന്ന് വിടുതൽ ചെയ്യിക്കാം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതിന്റെ കാരണം മനസ്സിലായോ? ലക്ഷ്മി, രമേശ്, എന്താന്ന് മനസ്സിലായോ? അത് അപ്പൊ ഇനി സെക്ഷൻ ഒന്ന് വായിച്ച ലക്ഷ്മി. വേണ്ട അനീഷ് വായിച്ചു. 58 Section 56. Marshalling by subsequent purchaser. Subsequent purchaser. If the owner of 2 or more properties mortgages them to one person and then sells one or more of the property to another person, the buyer is, in the absence of a contract contrary, entitled to have the mortgage debt satisfied out of the property or properties not sold to him, so far as the same will extend, but not so as to prejudice the right of the mortgagee or persons claiming under him or of any other person who has for consideration acquired an interest in any of the properties. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഇതില് ഞാനത് ചുരുക്കി പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പൊ if the owner of 2 or more properties mortgaged them to one person and then sells one or more of the properties to another person, അപ്പൊ the buyer, that is another person, is in the absence of a contract to the contrary entitled to have the mortgage debt satisfied out of the property or properties not sold to him. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മോർഗേജ് ഡെറ്റ് സാറ്റിസ്ഫൈഡ് ഔട്ട് ഓഫ് ദ പ്രോപ്പർട്ടീസ് നോട്ട് സോൾഡ് ടു ഹിം എന്ന് പറഞ്ഞാൽ ആ മോർഗേജ് പ്രോപ്പർട്ടി ആരുടെ കയ്യിലാണ് ആയിരിക്കുന്നത്? അത് വിൽക്കാത്ത പ്രോപ്പർട്ടി. ഇപ്പൊ മൂന്ന് ഐറ്റംസ് ഉണ്ട്. അതിൽ 3 ഐറ്റംസ് പ്രോപ്പർട്ടീസിൽ ഒരു ഐറ്റം അയാൾക്ക് വിറ്റു, 2 ഐറ്റം വേറെ ഇതില് 2 ഐറ്റം ഇതിലുണ്ട് അല്ലേ? ഒരു മോർഗേജ് ഇരിക്കുകയാണ്. അപ്പൊ ആ മോർഗേജിക്ക് കിട്ടുക ആ മോർഗേജിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് വരുന്നത്. അതാണ് the buyer is in the absence of a contract entitled to have the mortgage property satisfied
ഔട്ട് ഓഫ് ദ പ്രോപ്പർട്ടി ഓർ പ്രോപ്പർട്ടി ആർക്കാണ് മോർഗേജ് ഡെറ്റ് കിട്ടുന്നത്? മോർഗേജിക്കാണ്. ആരെ കൊടുക്കേണ്ടത്? മോർഗേജറാണ് അല്ലേ? മോർഗേജറുടെ പ്രോപ്പർട്ടി ഉണ്ടില്ല, മോർഗേജറുടെ ഇരുന്ന പ്രോപ്പർട്ടി ഒരു വർഷം വേറാണ് വിറ്റു അല്ലേ? അപ്പൊ അയാൾക്കുള്ള റൈറ്റ് ആണ് പറയുന്നത്. അപ്പൊ അയാൾക്ക് പറയുന്നതാണ്, നിങ്ങളുടെ കയ്യിരിക്കുന്ന മറ്റു പ്രോപ്പർട്ടി നീ ഇതിന്റെ കൂടെ മാർഷൽ ചെയ്ത് അതിൽ ഈടാക്കി എടുക്കാൻ പറ്റുമോ? എൻഡിറ്റിൽ മോർഗേജ് ഡെറ്റ് സാറ്റിസ്ഫൈഡ് ഔട്ട് ഓഫ് ദ പ്രോപ്പർട്ടി ഓർ പ്രോപ്പർട്ടി ഇസ് നോട്ട് സോൾഡ് ടു ഹിം സോ ഫാർ ആസ് ദ സെയിം വിൽ എക്സ്റ്റെൻഡ്. സെയിം വിൽ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇവന്റെ കയ്യിരിക്കുന്ന ഇയാൾക്ക് വിറ്റ പ്രോപ്പർട്ടിയിൽ എന്താണ് മോർഗേജ് ഡെറ്റ് എന്നുള്ളതാണ് വരുന്നത്. ബട്ട് നോട്ട് സോ ആസ് ടു പ്രജുഡിസ് ദ റൈറ്റ്സ് ഓഫ് ദ മോർഗേജി ഓർ പേഴ്സൺസ് ക്ലെയിമിംഗ് അണ്ടർ ഹിം. പക്ഷേ അതെന്ന് പറയുന്നത് ആ മോർഗേജിയുടെ റൈറ്റിന് പ്രജുഡിസ്ഡ് ആയിട്ട് വരാൻ പാടില്ല ക്ലെയിം. അത്രേ ഉള്ളൂ. അപ്പൊ വാട്ട് ഈസ് മാർഷലിംഗ് എന്ന് ചോദിച്ചിട്ട് വാട്ട് ഈസ് മാർഷലിംഗ് എന്ന് ചോദിച്ചിട്ട് ABCD എന്ന ഒബ്ജക്റ്റിലേക്ക് വന്നാൽ ഈ മാർഷലിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ആർക്കാണ് ആ വിവേചന അധികാരം എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത് പേഴ്സൺ ഹു ഹാഡ് പർച്ചേസ് ദ പ്രോപ്പർട്ടി, മോർഗേജ് പ്രോപ്പർട്ടി വിച്ച് വാസ് സബ്സിക്വന്റ്ലി പർച്ചേസ്, ദാറ്റ് പേഴ്സൺസ് പ്രോറോഗേറ്റീവ് ആണ്, ഒരു റൈറ്റ് ആണ് അയാളുടെ. റൈറ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് കൺസെന്റ് ഓഫ് ദി അതർ പാർട്സിനെ പറ്റൂ. മനസ്സിലായില്ലേ? ഇത്ര വാട്ട് ഈസ് മാർഷലിംഗ് അത് എന്താന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ഇത്ര നമ്മൾ അറിഞ്ഞാൽ മതി. മാർഷലിംഗ് അത് പട്ടാളക്കാരനാണോ മേജറാണോ എന്നുള്ള ഒരു തർക്കം വരരുത്. അത് ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ 57 എന്നൊക്കെ പറയാറുന്നതാണ്. ഈ 57 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഒരുപാട് ഇങ്ങനെ പറയുന്നെങ്കിൽ കാര്യം ഇത്രയേ ഉള്ളൂ. 57 നമ്മുടെ ഒരു പ്രോപ്പർട്ടിയില് കോടതിയില് ഒരു വസ്തു കോടതി എക്സിക്യൂട്ട് ചെയ്യുകയാണ്, ഡിഗ്രി ലേലം ചെയ്യുകയാണ്. അപ്പൊ ലേലം ചെയ്യുമ്പോഴത്തേക്ക് അത് വരുമ്പോഴത്തേക്ക് അതിന് ഒരുപാട് കടങ്ങളുണ്ട്. വസ്തുവിന് പലർക്കും കടങ്ങളുണ്ട്, എൻകംബ്രൻസ് ഉണ്ട്. ആ എൻകംബ്രൻസ് നിലനിർത്തിക്കൊണ്ട് ആണ് എൻകംബ്രൻസ് ഉണ്ട്. ആ എൻകംബ്രൻസ് നിലനിർത്തിക്കൊണ്ട് ലേലം ചെയ്യുമ്പോഴത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്ന രീതി പൈസ കിട്ടാതെ വരും. ഇത് ഔട്ട് ഓഫ് കോർട്ട് സെയിൽ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പൈസ കിട്ടിയെന്നിരിക്കും. അങ്ങനെ ആവുമ്പോൾ ഇതിൽ വാദിക്ക്, അതായത് ബയർ വസ്തു ഉടമസ്ഥനും അല്ലെങ്കിൽ ലേലത്തിൽ പങ്കെടുത്ത ആളിനും കോടതിയിൽ ഒരു അപേക്ഷ കൊടുക്കുക. എന്തിനാണ്? ഈ വസ്തുവിൽ എൻകംബ്രൻസ് എങ്ങനെയാണെന്ന് നിശ്ചയിച്ച് കോടതി മുഖേന ഈ പൈസ മറ്റുള്ളവർക്ക് കൊടുത്ത് തീർത്ത് ഈ വസ്തുവിൽ എൻകംബ്രൻസ് ഫ്രീ ആയിട്ട് തരണമെന്ന് പറയാം. കോടതിക്ക് വേണേൽ ഔട്ട് ഓഫ് കോർട്ട് വേണേൽ പുറത്ത് പ്രൈവറ്റ് സെയിൽ നടത്താം. മനസ്സിലായില്ലേ? അല്ല ഇതിൽ തന്നെ ഈ കോടതിയിൽ തന്നെ സെയിൽ നടത്തുകയാണെങ്കിൽ ആ വാങ്ങുന്ന ഈ പൈസ എൻകംബ്രൻസ് ഉള്ളത് മാറ്റി നിർത്തി എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. അല്ലെങ്കിൽ കോടതിക്ക് വേണേ ഇത് പ്രൈവറ്റ് സെയിൽ പുറത്ത് നടത്താൻ പറയാം. അങ്ങനെയാണെങ്കിൽ പൈസ എങ്ങനെ കെട്ടിവെക്കണം എന്നൊക്കെ പറയാം. അതിനെ പറ്റിയുള്ള ഒരു റൈറ്റ് ആണെന്ന് 57 ഡീൽ ചെയ്യുന്നതാണ് 57 എന്ന് പറയുന്നത്. അത്രേ ഉള്ളതിന്റെ 57. അങ്ങനെ വന്നാല് കോടതി അങ്ങനെ പറയുന്ന ഡിഗ്രി ഉണ്ട്, ഒരു ഓർഡർ ഉണ്ടല്ലോ. ഇതിനെപ്പറ്റി ഈ എൻകംബ്രൻസിന്റെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ഞാനിത് പറയാൻ കാണാം മോർജറി ടൈപ്പിന്. ആ ഓർഡറിന് ഇറ്റ് ഈസ് ഹാവിംഗ് ദി സ്റ്റാറ്റസ് ഓഫ് എ ഡിഗ്രി. അവിടെയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് വരുന്നത്. എവിടെയാണെന്ന് അറിയാമോ? നിങ്ങൾ 57 D എടുക്കുക. D an appeal shall lie from any declaration, order or direction under this section as if the same were a decree. അപ്പോഴ് അങ്ങനെ ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷ കോടതി കക്ഷികൾ കൊടുത്താൽ കോടതി അത് പ്രൈവറ്റ് സെയിൽ എങ്ങനെ നടത്തിയോ ഇങ്ങനെ തീർക്കേണ്ട കാര്യത്തിന് ഒരു ഡയറക്ഷൻ ഓർഡർ ഇടും. ആ ഓർഡറിന്റെ ഡിഗ്രിയുടെ സ്റ്റാറ്റസ് ആ ഉള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ്? എ പാർട്ടി ഡിസാറ്റിസ്ഫൈഡ് ഓഫ് ദാറ്റ് ക്യാൻ പ്രിഫർ അപ്പീൽ ബിഫോർ ദി അപ്പലേറ്റ് കോർട്ട്. ഇതിപ്പോ ഏതൊക്കെ കോടതിക്ക് അധികാരം? ABCDE നോക്കിക്കോളൂ. ഹൈക്കോർട്ടിന്റെ എക്സർസൈസ് ഒറിജിനൽ സിവിൽ ജൂറിസ്ഡിക്ഷൻ, the court of district judges within the local limits of whose jurisdiction the property or part thereof is situate, or any other court which the state government may from time to time by notification of the official gazette. സിവിൽ കോടതിക്കെല്ലാം അധികാരമാണത്. അത് വരുന്നത് ഇങ്ങനെയുള്ള അധികാരം. ഇത് നമ്മൾ ഇത്രയും വെച്ചിട്ട് ഒന്ന് വായിച്ചോളൂ. പ്രൊവിഷൻ ബൈ കോർട്ട് ഫോർ എൻകംബ്രൻസ് ആൻഡ് സെയിൽ ഫ്രീഡ് therefrom. കോടതി മുഖേന സെയിൽ നടത്തുമ്പോഴത്തേക്ക് എൻകംബ്രൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അതിനെ പറ്റിയാണ്. അപ്പൊ ഇത് പ്രധാന ഒബ്ജക്റ്റീവ് വരാൻ പറ്റുമെന്ന് പറയുന്നതാണ് ഇതിന്റെ ഓർഡർ ഡിഗ്രിയാണ്. ആ ഡിഗ്രി വേണേൽ എതിർ പാർട്ടിക്ക് അഗ്രീഡ് പാർട്ടിക്ക് വേണേൽ അപ്പീൽ പോകാം. അതാണ് അതിൽ പ്രധാനമായിട്ട്. ഹൈക്കോടതിക്ക് അധികാരമുണ്ട്, ജില്ലാ കോടതിക്ക് അധികാരമുണ്ട്. അത് എടുത്ത് വെച്ചാൽ അത് അങ്ങനെ അതിനകത്ത് വരും.
അതൊരു വായിക്കാൻ ഒരുപാടുണ്ട്. പക്ഷെ ഇത്ര ഒബ്ജക്റ്റീവ് ചോദിക്കാൻ അതിനകത്ത് വേറെ ഒരു പ്രൊവിഷൻ അതിനകത്ത് ഇല്ല. വേറെ ഇമ്മോറൽ പ്രോപ്പർട്ടി സബ്ജക്ട് ഇൻ എൻകംബ്രൻസസ് whether immediately payable or not is sold by the court or an execution of a decree or out of court. The court may, if it thinks fit, on the expiration of any party to the sale, on the application of any party to the sale, directs or allow payment in court. അതാണ് ഇനി അപ്പൊ ആർക്കാണ് അവകാശം അപേക്ഷ കൊടുക്കാനുള്ളത്? ആപ്ലിക്കേഷൻ ഓഫ് എനി പാർട്ടി ടു ദ സെയിൽ. ആ സെയിലുമായി ബന്ധപ്പെട്ട പാർട്ടിക്ക് പർച്ചേസർക്കാകാം. ഇങ്ങനെ പെറ്റീഷൻ പർച്ചേസർ എൻകംബ്രൻസ് ഉൾപ്പെടെ പർച്ചേസ് ചെയ്യുന്ന വിചാരിക്കുക, ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യും, പക്ഷെ അതിന് ഇത്ര എൻകംബ്രൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പർച്ചേസർക്ക് ഒരു അപേക്ഷ കൊടുക്കുക എന്നും പറഞ്ഞ് അപ്പൊ അയാൾക്ക് സെയിൽ ഡീഡ് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കണമല്ലോ, ഡീഡ് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കണം കോടതിയിൽ നിന്ന്. അപ്പൊ പറയാം ദി എൻകംബ്രൻസ് ഫ്രീ സെയിൽ മേ ബി ഡോക്യുമെന്റ് മേ ബി എക്സിക്യൂട്ടഡ് ഇൻ ഫേവർ ഓഫ്. അതുകൊണ്ട് പിന്നെ ബാങ്കിൽ കൊണ്ടുപോകുമ്പോഴും കൊടുക്കുമ്പോഴൊക്കെ എൻകംബ്രൻസ് ആയിട്ട് കിടക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ കോടതിക്ക് ഇത് മാറ്റി വെച്ചിട്ട് ആ ഡീഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കോടതിക്ക് അതിനെപ്പറ്റി ഓർഡർ എടുക്കാം. ഓർഡർ എടുക്കുന്നത് എങ്ങനെയൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് പൈസ കെട്ടിവെക്കേണ്ടത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി ഒന്നും ഒബ്ജക്റ്റീവ് ചോദിക്കാൻ പറ്റില്ല. ഇതെങ്ങനെ ചോദിക്കാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്ക് ഹൂ ഈസ് ദ പാർട്ടി എൻറ്റൈറ്റിൽഡ് ടു സച്ച് ആൻ ആപ്ലിക്കേഷൻ? പാർട്ടി ടു സെയിൽ അല്ലേ? പാർട്ടി ടു സെയിൽ ഏതെല്ലാം കോടതികൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണെന്ന്. അങ്ങനെ വന്നാൽ what will the status of that order? It is amounted to a decree. What is the remedy available to an aggrieved party? He can file an appeal. Okay, അത്രേ ഉള്ളൂ എന്ന് പഠിക്കാനുള്ളത്. ഇപ്പൊ നമ്മള് സെയിൽ കഴിഞ്ഞു. ഇനി നമ്മൾ വരുന്ന മോർഗേജിലേക്കാണ്. ഈ മോർഗേജിനെ പറ്റി വിശദമായി നമ്മൾ CPC-യിലേക്ക് പോകുമ്പോൾ ഓർഡർ 34 ആണ് ഈ CPC-യിൽ മോർഗേജിന്റെ സൂട്ട് എങ്ങനെ ആയിരിക്കണം, പ്രിലിമിനറി ഡിഗ്രി, ഫൈനൽ ഡിഗ്രി ഒക്കെ വരുന്നുണ്ട്. എന്താണ് ഈ മോർഗേജ് എന്നുള്ളത് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനത് അതിലേക്ക് നമുക്ക് വരാം. മോർഗേജ്, എത്രയൊക്കെ മോർഗേജ് തരമുണ്ട്. എന്താണ് ഈ മോർഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? Mortgage is the transfer of an interest in specific immovable property. Mortgage transfer of an interest in transfer of an interest in specific immovable property. Lease ആണെങ്കിലും എന്തിനു വേണ്ടിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അത് തന്നെ എന്തിനു വേണ്ടിയാണ്? ഫോർ എൻജോയ്മെന്റ് ആണ് അല്ലെ? ലീസ് എടുത്ത് വായിച്ചു പോയിക്കോളൂ, നോക്കിക്കോളൂ, സംശയം ഉണ്ടാവും, സംശയം തീർത്തോളൂ. പൊസഷൻ കൊടുക്കണം, പൊസിഷൻ വേണം. മോർഗേജിന് പൊസിഷൻ എല്ലാത്തിനും കൊടുക്കേണ്ട കാര്യമില്ല, പൊസിഷൻ കൊടുക്കുന്നുണ്ട്. ലീസിൽ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അതായിരിക്കും ഒബ്ജക്റ്റീവ് നമ്മൾ നോക്കേണ്ടത്. ലീസ് പ്രോപ്പർട്ടി ഇസ് ട്രാൻസ്ഫർ ഓഫ് എ റൈറ്റ് ടു എൻജോയ് ദിസ് പ്രോപ്പർട്ടി. അതാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റ് അല്ല, ദി പാർട്ടി ലെസീസ് ഗിവൻ ദ റൈറ്റ് ടു എൻജോയ് ദി പ്രോപ്പർട്ടി അല്ലേ? അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് ആൻ ഇൻട്രസ്റ്റ് ഇൻ സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്തിനു വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത്? ഫോർ ദ പർപ്പസ് ഓഫ് സെക്യൂറിംഗ് ദ പേയ്മെന്റ് ഓഫ് മണി അഡ്വാൻസ്ഡ്. ഇപ്പൊ മോർഗേജർ, വസ്തു ഉടമസ്ഥൻ വേറൊരാളിന് മോർഗേജ് ചെയ്യുമ്പോഴത്തേക്ക് വാട്ട് ഈസ് ട്രാൻസ്ഫർ ടു ദ മോർഗേജർ? വസ്തു ഉടമസ്ഥൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾ മോർഗേജർ, ആൾക്ക് കൊടുക്കുന്ന ആൾ മോർഗേജ്. എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്ന? പ്രോപ്പർട്ടിയില് ട്രാൻസ്ഫർ ആൻഡ് ഇൻട്രസ്റ്റ് ഉള്ളി ട്രാൻസ്ഫേർഡ്. എന്താണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് സെക്യൂറിംഗ്, ഈസ് ഇൻ ദ ഫോം ഓഫ് എ ലീൻ അപ്പോൺ ദ പ്രോപ്പർട്ടി ഫോർ സെക്യൂറിംഗ് ദി എമൗണ്ട് പെയ്ഡ് അല്ലേ? മോർഗേജ് മണി. ആ എമൗണ്ടിൽ എന്താ പറയുന്നത്? The transfer is called mortgager. Transfer a mortgagee. The principal money and interest which is secured for the time being is called mortgage money. And the instrument is wise the transfer is it is a mortgage deed. ഒരു മോർഗേജ് ഡീഡ് എക്സിക്യൂട്ട് ചെയ്യണം. ഒരു മോർഗേജ് മണി ആരാ കൊടുക്കുന്നത്? മോർഗേജർ കൊടുക്കുന്നു. അത് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി an interest is created in the property. അപ്പോഴേ ഇപ്പൊ അമിത് പറഞ്ഞതുപോലെ ലീസാണ് പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യണം. ഫോർ എൻജോയ്മെന്റ് ആണ്. എൻജോയ്മെന്റ് ഓഫ് ദ പ്രോപ്പർട്ടി, റൈറ്റ് ടു എൻജോയ് ദ പ്രോപ്പർട്ടി ആണ് പൊസഷൻ ട്രാൻസ്ഫേർഡ്.
അപ്പൊ മോർഗേജ് വരുമ്പോഴത്തേക്ക് എല്ലാത്തിലും പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. പല മോർഗേജ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്തൊക്കെ മോർഗേജ് ആണ്? ആ മോർഗേജ് വരുമ്പോഴത്തേക്ക് വാട്ട് ഈസ് ദ റൈറ്റ് ഓഫ് ദ മോർഗേജ് വാട്ട് ഈസ് ദ റൈറ്റ് ഓഫ് ദ മോർഗേജ്? വൺസ് എ മോർഗേജ് ആൾവേസ് എ മോർഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ പ്രോപ്പർട്ടീസ് മോർഗേജില് the mortgager has got the right to redeem the property. Right of redemption is vested with the mortgager. അതായത് പ്രതിയുടെ മോർഗേജിയുടെ കയ്യിൽ നിന്ന് വസ്തു തിരികെ എടുക്കുക. ആ റൈറ്റ് ഓഫ് റിഡംഷൻ that is vested with the mortgager. Nobody can challenge that. അതാണ് once a mortgage always a mortgage എന്ന് പറയുന്നത്. മോർഗേജിന്റെ റൈറ്റ് എന്താണ്? റൈറ്റ് ടു ഫോർക്ലോഷർ and right to sell the conduct realize amount by way of selling the property or personal liability. M3. അപ്പൊ എമൗണ്ട് എങ്ങനെയൊക്കെ റിയലൈസ് ചെയ്യാൻ? നമ്മൾ മണി ഡിഗ്രി വന്നാല് വൺ എക്സിക്യൂട്ടിംഗ് ബൈ അറസ്റ്റിംഗ് ദ പേഴ്സണൽ എക്സിക്യൂഷൻ അല്ലേ? മറ്റൊന്നെന്താണ്? ബൈ ഡിസ്പോസ് ബൈ സെല്ലിംഗ് ദ പ്രോപ്പർട്ടി ബൈ ത്രൂ കോർട്ട് ആക്ഷൻ അല്ലേ? 2 അല്ലേ? ഇത് 2 ഞാൻ വേറൊന്നും പറഞ്ഞല്ലോ. ഇത് 2. ചിലതുണ്ട്, ചില മോർഗേജ് ഉണ്ട്. ഈ മോർഗേജ് ആ കണ്ടീഷൻ തെറ്റിപ്പോയാൽ സമയത്ത് ചെയ്തില്ല എങ്കിൽ ഈ പ്രോപ്പർട്ടി തന്നെ മോർഗേജിക്ക് കിട്ടും. അതാണ് മോർഗേജ് ആൻഡ് കണ്ടീഷണൽ സെയിൽ. നമ്മൾ അതിലേക്ക് ആദ്യം വരാം. എന്താണ് മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ? അപ്പൊ മോർഗേജിന്റെ രൂപം എന്തായിരിക്കും? 58C എന്തായിരിക്കും മോർഗേജിന്റെ രൂപം? അതിൽ സെയിൽ ഡീഡാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സാധാരണ പോലെ എക്സിക്യൂട്ട് ചെയ്യേണ്ട കണ്ടീഷൻ വയ്ക്കും. എന്താണ്? ഇത്ര രൂപ മോർഗേജ് മണി ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഇത്രാം തീയതിക്കുള്ളിൽ നിങ്ങൾ തിരികെ തന്നില്ല എങ്കിൽ ഇത് വിലയാധാരമായിട്ട് നിലവിൽ വരുന്നതാണ് എന്ന് പറയുമ്പോഴെന്തായി? അപ്പൊ ഇത് റിഡംഷനെയൊക്കെ അധികാരമുണ്ട് മോർഗേജർക്ക്. ഇത് മോർഗേജ് ഈസ് നോട്ട് റെഡീംഡ് ദ പ്രോപ്പർട്ടി. റെഡീം ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ തുക ഈ പറയുന്ന കാലാവധിക്കുള്ളിൽ പൈസ ഈ വെന്റിക്ക് മോർഗേജിക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്ത് പ്രോപ്പർട്ടി റെഡീം ചെയ്ത് അയാൾക്ക് കിട്ടും. അയാൾ ചെയ്യുന്നില്ല എന്ത് വരും? ഇത് സെയിൽഡായിട്ട് കൺവെർട്ട് ചെയ്യാണ്. അങ്ങനെ സെയിൽഡായിട്ട് കൺവെർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ മോർഗേജിനെ സംബന്ധിച്ചിടത്തോളം എന്തിന് റൈറ്റ് ഇല്ല? ആർക്ക് പറയാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില റൈറ്റ് അയാൾക്കില്ല. എന്താണ് റൈറ്റ് ഇല്ലാത്തത്? ആർക്കും പറയാം. അയാളുടെ പൈസ ഈടാക്കി എടുക്കുന്നതിനേക്കുള്ള റൈറ്റ് ഉണ്ടോ? അവിടെ ഉണ്ടോ ഇല്ലയോ? അതെങ്ങനെ ഉണ്ട്? അയാൾക്ക് വസ്തു അയാൾക്ക് കിട്ടുകയല്ലേ, വിലയാധാരമല്ലേ. പിന്നെ എന്തിനാ ഈടാക്കി എടുക്കുന്നത്? അത് വിലയാധാരമായിട്ട് മാറുന്നില്ലേ അവസാനം? അപ്പൊ അയാളുടെ പേരിൽ വിലയാധാരം വസ്തുവും കിട്ടുകയല്ലേ. പിന്നെ അയാൾ വീണ്ടും ബാധ്യയുടെ പുറത്ത് മോർഗേജിന്റെ പുറത്ത് കേസ് കൊടുത്ത് അറസ്റ്റ് ചെയ്യാനും ഈ വസ്തു ലേലം ചെയ്യാനും പറ്റുമോ? അപ്പൊ ആ റൈറ്റ് ഇല്ലല്ലോ. മോർഗേജ് ബൈ കണ്ടീഷൻ സെയിൽ ആ റൈറ്റ് ഇല്ല. ഏത് റൈറ്റ് ഇല്ല? മോർഗേജ് മണി ഈടാക്കിയെടുക്കാൻ റൈറ്റ് ഇല്ല. എന്തുകൊണ്ട്? when the violation of the terms of the mortgage is there at the very inception, the deed is converted to an absolute sale ആയിട്ട് മാറുകയാണത്. അപ്പോഴെന്ത് വരുന്നു? he becomes the owner of the property. When he becomes the owner of the property, whether he has got again right to move against knock the doors of the mortgage that he should return back the mortgage money, പറയാൻ പറ്റുമോ? അതാണ് സെയിൽ അതാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നു. പിന്നെ യൂസ് ഓഫ് ഫ്ലെക്സറി മോർഗേജ് ഉണ്ട്. ഞാൻ മൊത്തം പൊതുവെ പറയുന്നതാണ്. യൂസ് ഓഫ് ഫ്ലെക്സറി മോർഗേജ് ആര്? ഡി യൂസ് ഓഫ് ഫ്ലെക്സറി. അപ്പോ മോർഗേജ് ബൈ കണ്ടീഷൻ സെയിൽ നടത്തി പൊസഷൻ ആരുടെയിൽ ഇരിക്കുകയാണ്. ഇയാള് പൈസ കൊടുത്തില്ല. അപ്പൊ സെയിൽ ബിക്കംസ് അബ്സല്യൂട്ട്. അപ്പൊ വാട്ട് ഈസ് ദ റൈറ്റ് അവൈലബിൾ ടു ദ മോർഗേജ്? അല്ല, പണപ്പെട്ടി കയ്യിൽ താക്കോല് കയ്യിലുണ്ട്, പെട്ടി വലർത്തുമെന്ന് പറയുന്ന പോലെ ഉള്ളൂ. സെയിൽ ഡീഡ് ഉണ്ട്, പൊസഷൻ ആരുടെ ഇരിക്കുകയാണ്? മോർഗേജ് ഇരിക്കുകയാണ്. ആ പൊസഷൻ നേരത്തെ കൊടുക്കണ്ടെന്ന് പറയുന്നില്ല. കൊടുത്താൽ കുഴപ്പമില്ല, കൊടുക്കാറില്ല. കൊടുക്കണമെന്നില്ല അതില്. മനസ്സിലായി? അങ്ങനെ പൊസഷൻ റിക്കവറി പൊസഷന് വേണ്ടി ആർക്ക് ആര് സൂട്ട് കൊടുക്കണം? ഇതൊക്കെ ഒബ്ജക്റ്റ് ടൈപ്പ് കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നൊക്കെ. അപ്പോഴ് മോർഗേജ് ബൈ കണ്ടീഷൻ ആയിട്ടുള്ള ആകെയുള്ള റൈറ്റ് എന്താണ് അവിടെ വരുന്നത്? സെയിൽ അബ്സല്യൂട്ട് ആയി കഴിഞ്ഞാല് ടു ഫയൽ എ സൂട്ട് ഫോർ റിക്കവറി പൊസഷൻ അഗൻസ്റ്റ് ഹൂം? against the
അതെങ്ങനെ മോർഗേജ് വരുന്നത്? മോർഗേജിന്റെ കയ്യിലല്ലേ വസ്തു ഇരിക്കുന്നത്, അയാളല്ലേ പൈസ എടുക്കാത്തത്. അയാൾ കണ്ടീഷൻ സെയിൽ നടത്തിയെങ്കിലും മോർഗേജിയുടെ ഈ റിക്കവറി പോസ്റ്റ് മോർഗേജ് കൊടുക്കുമ്പോൾ മോർഗേജിക്കെതിരെ ആര് കൊടുക്കണം? മോർഗേജർ കൊടുക്കണം. പൊസഷൻ കൊടുക്കുന്നില്ലല്ലോ, കണ്ടീഷൻ സെയിലല്ലേ. നിങ്ങള് ഈ ഞാൻ ഇത്ര ലക്ഷം രൂപ ഈ വസ്തുവിന്റെ പുറത്ത് നിങ്ങൾ തന്നിരിക്കുന്നു, അത് ഇത്രാം തീയതിക്കുള്ളിൽ നിങ്ങൾ തരാത്ത പക്ഷം ഇത് വിലയാധാരമായിട്ട് എഴുതിയിരിക്കുകയാണ്. അത് മോർഗേജ് കണ്ടീഷൻ സെയിൽ. അങ്ങനെ വരുമ്പോഴത്തേക്ക് മറ്റുള്ള മോർഗേജിലുള്ള പോലെ ഈ മോർഗേജ് മണി ഈടാക്കി എടുക്കുന്നതിന് വേണ്ടി മോർഗേജർക്കെതിരെ മോർഗേജിക്കുള്ള റൈറ്റ് എന്താണ്? ഒന്ന് പേഴ്സണലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പർട്ടി തന്നെ സൂട്ട് കൊടുത്തിട്ട് കോടതി മുഖേന സെയിൽ ചെയ്ത പൈസ എടുക്കുക. പൈസക്കല്ലേക്ക് അത് റൈറ്റ് ഉള്ളൂ. മോർഗേജ് മണി എന്ന് പറയുന്നത് ഫോർ സെക്യൂറിംഗ് മോർഗേജ് മണി, അതിന് വേണ്ടിയല്ലേ ലീൻ വരുന്നത്. പക്ഷെ മോർഗേജ് കണ്ടീഷൻ സെയിൽ എന്താ വരുന്നത്? ഇത് സെയിൽ ഡീഡ് ആണ് അയാളുടെ പേരില്ല, കൊടുത്ത പൈസക്ക് സെയിൽ ഡീഡ് ആയിട്ടങ്ങ് മാറുകയാണ്. അപ്പൊ പൊസഷൻ ആരുടെയില്ല, വസ്തു ആരുടെ ഇരിക്കുകയാണ്, സെയിൽ ഡീഡ് ഇടയിലായി, വസ്തു ആരുടെ ഇരിക്കുന്നു, മോർഗേജറുടെ കയ്യിലാണ്. അപ്പൊ മോർഗേജ് ഹാസ് ടു ഫയൽ എ സൂട്ട് ഫോർ റിക്കവറി ഓഫ് പൊസഷൻ. അതോടൊപ്പം തന്നെ റൈറ്റ് ടു ഫോർക്ലോഷർ സൂട്ടും ഫയൽ ചെയ്യണം. എന്തുകൊണ്ടാണ്? ഫോർക്ലോഷർ ഈസ് ദ റൈറ്റ് അവൈലബിൾ ടു ദി മോർഗേജി ആണ്. റിഡംഷൻ ഈസ് ദ റൈറ്റ് അവൈലബിൾ ടു ദ മോർഗേജർ. സൂട്ട് ഫോർ ഫോർക്ലോഷർ അവൈലബിൾ ടു ദ മോർഗേജി. എന്തിനാണ് സൂട്ട് ഫോർ ഫോർക്ലോഷർ? when a suit for foreclosure is filed and suit is decreed, the right of the mortgagor to redeem the property has been lost. മനസ്സിലായില്ലേ? ഞാൻ വിശദമായിട്ട് വീണ്ടും വരാം. അപ്പൊ അതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് വരുന്നത്. നിങ്ങൾ യൂസ് ഓഫ് എക്സ് മോർഗേജ് ഉണ്ട്. യൂസ് ഓഫ് എക്സ് മോർഗേജ് എന്ന് പറഞ്ഞാൽ പൊസഷൻ കൊടുക്കണം. നമ്മൾ പണ്ട് നാട്ടുമ്പുറത്തൊക്കെ ഒറ്റി എന്നൊക്കെ പറയും, പണ്ടൊക്കെ ഒറ്റി കൊടുക്കുന്നു. പണ്ട് ഇപ്പോഴൊന്നും ഇല്ല. അന്ന് കാശുള്ളവരൊക്കെ ഈ നടന്ന് ഒറ്റി വാങ്ങിക്കും. വീടുകൾ 100 രൂപ കൊടുത്തിട്ട് 2 തെങ്ങ് ഒറ്റി. അപ്പൊ പൊസിഷൻ തെങ്ങ് നിൽക്കുന്ന ഭാഗം പൊസിഷൻ അയാൾക്കാണ്. 1 കൊല്ലത്തേക്ക് 100 രൂപ. ഓ ശരി, വന്ന് തേങ്ങ വന്നിട്ടുണ്ട്, 2 മാസം കൊണ്ട് തേങ്ങ ഇട്ടോണ്ട് പോകും. അപ്പൊ 1 കൊല്ലം തികയാൻ നേരത്തെ എന്റെ കൂമ്പ് വരെ വെട്ടിക്കൊണ്ട് പോകും. അങ്ങനെ അപ്പൊ എന്തായി? അയാൾ കൊടുത്ത പൈസയല്ല ഈ എഗ്രിമെന്റ് പ്രകാരം ഈ 1 കൊല്ലത്തേക്ക് ഒറ്റ ആകുമ്പോഴത്തേക്ക് യൂസഫ്രിച്ച് മോർഗേജ് ആകുമ്പോഴത്തേക്ക് 1 കൊല്ലം കൊണ്ട് ആദായം കൊണ്ട് പൈസ ഈടാക്കി എടുക്കണം. അതാണ് അവർ തമ്മിലുള്ള ടേംസ് അല്ലേ? അങ്ങനെ കാലാവധി ഇത് പൂർത്തിയാകുമ്പോൾ എന്ത് വരുന്നു? പൊസഷൻ ആരുടെയില്ല, മോർഗേജിയുടെ കയ്യില്ല. അയാളുടെ കാര്യം അയാളുടെ കൈവശം വെച്ച് ആദായം എടുക്കുന്നത് അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ മോർഗേജ് തീരുമ്പോഴേക്ക് എന്ത് വരുന്നു? അയാൾക്ക് പിന്നെ ഈടാക്കിയെടുക്കാനൊന്നും ഇല്ലല്ലോ, എല്ലാം ഈടാക്കിയിട്ടില്ല, ടേംസ് പ്രകാരം കിട്ടിയില്ല. അല്ലെങ്കിൽ അതിൽ വേറെ ടേംസ് ഉണ്ടായിരിക്കണം, ഇത് കൈ കണക്ക് പറഞ്ഞിട്ട് ബാക്കി കൊണ്ട് കൊടുക്കണമെന്നുണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം? അങ്ങനെ സാധാരണ അങ്ങനെ ഇല്ല. ഒരു കൊല്ലത്തേക്ക് എടുത്താൽ 1 കൊല്ലം കൊണ്ട് തീരുക എന്നുള്ളതാണ്. അത് തെങ്ങില് കണക്കും കാര്യങ്ങളും തേങ്ങയുടെ വിലയും കാര്യങ്ങളും നോക്കിയൊക്കെയാണ് അവർ തമ്മിലൊക്കെ ആകുന്നത്. നഷ്ടപ്പെട്ട അവർ ചെയ്യില്ലല്ലോ. ഇപ്പൊ യൂസഫ് മോർഗേജ് എന്ന് പറയുമ്പോൾ അതാണ് സാർ. ഇത് ഈ മറ്റ് മോർഗേജുകൾക്ക് ഇതുപോലെ മലയാളം പേരുണ്ടോ സാർ? ഒറ്റി പോലെ മോർഗേജ് കണ്ടീഷൻ സെയിലോ അതുപോലെ സിമ്പിൾ മോർഗേജ് ഒക്കെ അതിനങ്ങനെ പ്രത്യേകിച്ച് വിലയാധാരം ഇപ്പൊ നമ്മൾ സാധാരണ ഇതല്ലാതെ രീതി ചെയ്യാറുണ്ട്. എങ്ങനെ? ഒരാളുടെ ഈ പൈസ കാശ് വാങ്ങിയാല് വിലയാധാരം എഴുതി കൊടുത്തിട്ട് പിന്നെ ഒരു എഗ്രിമെന്റ് അല്ലാതെ വെക്കുക. എങ്ങനെ? ഇത്രയും രൂപ തിരികെ തരുമ്പോഴത്തേക്ക് നിങ്ങൾ തിരിച്ചെഴുതി തരണം എന്നും പറഞ്ഞു വരും. അതിന് മലയാളത്തിൽ നമുക്ക് എന്താ പറയാനൊന്നുമില്ല. പിന്നെ ഇംഗ്ലീഷ് മോർഗേജ് ഉണ്ട്. ഇംഗ്ലീഷ് മോർഗേജിന്റെ പ്രത്യേകത എന്താണ്? അതിൽ പേഴ്സണൽ ലയബിലിറ്റി വരുന്നുണ്ട്. ഞാൻ ഒരു വിശദമായിട്ട് വരാം ഓരോന്നിലേക്ക്. പിന്നെ മോർഗേജ് ഡിപ്പോസിറ്റ് ടൈറ്റിൽ ലിസ്റ്റ്, അതാണ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് നടക്കുന്നത്. എന്താണത്? അപ്പൊ എല്ലാ മോർഗേജ് ആയാലും മോർഗേജ് രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നുണ്ട്. മോർഗേജ് രജിസ്റ്റർ ചെയ്യണം. എങ്ങനെ? 100 രൂപ കൂടുതലാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ 100 രൂപ കൂടുതലില്ലാത്ത ഒന്നും ഇല്ലല്ലോ, കമ്പൽസറി രജിസ്റ്ററബിൾ ആണ്. 2 ബിസിനസ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം അല്ലേ? അങ്ങനെയാണല്ലോ മോർഗേജ് ഡിസ്പ്യൂട്ട് വന്ന് പ്രൂവ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും? ഏത് സെക്ഷൻ പ്രകാരമാണ് പ്രൂവ് ചെയ്യുന്നത്? എവിഡൻസ് ആക്ട് സെക്ഷനായി വെച്ചത് അല്ല, 10 കൂട്ട് 60, അത് തന്നെ 67.
ആ മോർഗേജ് ഡിപ്പോസിറ്റ് ടൈറ്റിൽ ഡീഡ് രജിസ്റ്റർ ചെയ്യേണ്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിക്കാൻ പറ്റുന്നതാണ്. ഇതിന് ഇക്വിറ്റബിൾ മോർഗേജ് എന്ന് പറയും, അതും ചോദിക്കാം. നമ്മൾ സാധാരണ നമ്മൾ ബാങ്ക് ലോൺ എടുക്കണം, ബാങ്കിൽ ചെന്ന് വസ്തുവിന്റെ പ്രോപ്പർട്ടി കൊടുത്തു, പ്രോപ്പർട്ടി ഒറിജിനൽ ഡീഡ് കൊടുത്തു, ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുത്തു, പൊസഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു, വില്ലേജിൽ നിന്ന് കിട്ടുക. ഇത്രയും കൂടെ കൊടുക്കുമ്പോൾ എന്തായി? അത് ഡെപ്പോസിറ്റ് ചെയ്യണം. ടൈറ്റിൽ ഒരു എഗ്രിമെന്റ് അവിടെ വെക്കുന്നു, ഇങ്ങനെ വസ്തു ഇങ്ങനെ എന്റെ ഇത്ര രൂപ ലോൺ എടുക്കുന്ന ഞാൻ എന്റെ പ്രോപ്പർട്ടി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ നീടാക്കി എടുക്കാം. അതാണ് മോർഗേജ് ഡിപ്പോസിറ്റും ടൈറ്റിൽ ഡീഡ്സ്. അത് രജിസ്റ്റർ ചെയ്യേണ്ട. രജിസ്റ്റർ ചെയ്യാത്ത ഒറ്റ മോർഗേജേ ഉള്ളൂ, മോർഗേജ് ഡിപ്പോസിറ്റ് ടൈറ്റിൽ ഡീഡ്സ്. അതാണ് നമ്മുടെ സാധാരണ എല്ലാവരും നടക്കുന്നതാണ്, ബാങ്കിലൊക്കെ നടക്കുന്നതാണ്. ഇടപാട് തീരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഡോക്യുമെന്റ് എല്ലാം തിരികെ തരും. നമ്മൾ ഇടപാട് തീർത്തില്ല എന്ന് വിചാരിക്കുമ്പോൾ ബാങ്കിനുള്ള അവകാശം എന്താണ്? മോർഗേജർക്കുള്ള അവകാശം എന്താണ്? സൂട്ട് കൊടുത്തിട്ട് വസ്തു ലേലം ചെയ്ത് ഈടാക്കി എടുക്കുക, അല്ലേ? പിന്നെ അനോമലസ് മോർഗേജ്. അനോമലസ് മോർഗേജ് എന്ന് പറഞ്ഞാല് ഈ സിമ്പിൾ മോർഗേജും അല്ല, മോർഗേജ് കണ്ടീഷൻ സെയിലും അല്ല, ഇതെല്ലാം കൂടെ ചേർന്ന് അവയിൽ വരുന്നതാണ്. മനസ്സിലായില്ലേ? എല്ലാത്തിന്റെ ഒന്നിൽ കൂടുതൽ ഒരു മോർഗേജിന്റെ ഏതെങ്കിലും ഒരു മോർഗേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമല്ല ഉള്ളത്, ഏതെങ്കിലും മറ്റേതിന്റെ ഇതുകൂടെ ചേർന്ന് വരും. യൂസ് ഓഫ് എക്സൽ മോർഗേജ്, പൊസഷൻ വിട്ടുകൊടുക്കണം എന്ന് വിചാരിക്കുക. ഇത് പറയും നിങ്ങൾ ഇതിൽ നീ ആദായം എടുക്കേണ്ട പൊസഷൻ ആദ്യം തന്നെ വെച്ചിരിക്കുന്നതായിരിക്കും മോർഗേജർ തന്നെ. അപ്പൊ യൂസ് ഓഫ് എക്സൽ മോർഗേജ് ആണോ? അല്ല. ഈ ആദായം കൊണ്ട് ഇത് ഈടാക്കി എടുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറെ ഏതെങ്കിലും മോർഗേജ് വരുമോ? അതും വരത്തില്ല. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഉള്ളത് വരുന്നതാണ് ഈ അനോമലസ് മോർഗേജ്. ഇത്രയും കാര്യം ജനറലായിട്ട് പറയാനുള്ളത്. അപ്പോഴ് മോർഗേജസ് റിമൂവൽ കോർട്ട് എവിടെ? സെക്ഷൻ 58(104) TP ആക്ടിലാണ് പറയുന്നത്. മൂവോട് മോർഗേജ് ചെയ്യും. അതെവിടെ വരുന്നത്? സെക്ഷൻ 172 to 181 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, മൂവബിൾ പ്രോപ്പർട്ടി. 172 to 181 ഓഫ് നിങ്ങളുടെ കോൺട്രാക്ട് ആക്ട് അവിടെയൊക്കെ വന്നോ? ഇല്ലല്ലോ. 172 to 181. ഇനി നമ്മൾ വിശദമായിട്ട് ഇതിലേക്ക് വരാം, ഓരോന്നിലേക്ക്. ഒബ്ജക്റ്റീവ് ടൈപ്പ് കാര്യങ്ങൾ വെച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് ഇതിലേക്ക് വരാം. സാധാരണ മോർഗേജ് സിമ്പിൾ മോർഗേജ് ആണ്. ഒരു സാധാരണയുള്ള സിമ്പിൾ മോർഗേജ് എന്ന് പറയും. Where without delivering possession of the mortgaged property. അതാണ് നമ്മൾ പൊസഷൻ ഡെലിവർ ചെയ്യുന്നുണ്ടല്ലോ, അതിന് മോർഗേജിന്റെ നമ്മൾ വ്യത്യാസം അറിയേണ്ടത്. ഒബ്ജക്റ്റിന്റെ അവിടെയാണ് ചോദിക്കുന്നത്. വിത്തൗട്ട് ഡെലിവറിങ് പൊസഷൻ. യൂസ് മോർഗേജ് നോക്കിക്കോളൂ. ഡി, വേർ ദ മോർഗേജർ ഡെലിവേഴ്സ് പൊസഷൻ ഉണ്ടല്ലേ, ഡെലിവേഴ്സ് പൊസഷൻ. യൂസ് ഫ്രക്ചറിങ് മോർഗേജ് എന്ന് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. എന്താ ഡെലിവേഴ്സ് പൊസഷൻ എന്ന് പറഞ്ഞാൽ അവൻ അതിലൊന്ന് ആദായം എടുത്തിട്ട് അയാളുടെ ഓരോ പ്രാവശ്യം പൈസ എടുക്കുകയാണ്. അല്ല, ബ്ലേഡുകാര് പൈസ കൊടുക്കില്ലേ നാട്ടുപുറത്ത് എന്ന് ഡെയിലി എന്ന് പിരിച്ച് എടുക്കും. അല്ല അതിന്റെ ആ കൊടുത്ത പൈസ എല്ലാം അങ്ങനെ ഉണ്ടാക്കും. ഇതുപോലെ അതിൽ ആദായം എടുക്കുകയാണ് അതിൽ നിന്ന് വന്നിട്ട് എടുത്ത പൊസഷൻ. അപ്പൊ പൊസഷൻ ഡെലിവറി ചെയ്യണം. ഇപ്പൊ സിമ്പിൾ മോർഗേജ് എന്താണ്? വേർ വിത്തൗട്ട് ഡെലിവറിങ് പൊസഷൻ ഓഫ് ദ മോർഗേജ് പ്രോപ്പർട്ടി. പിന്നെന്താണ്? The mortgager binds himself personally to pay the mortgage money. അതാണ് binds himself personally. അത് ആ മോർഗേജ് സിമ്പിൾ മോർഗേജിന്റെ പ്രത്യേകതയാണ്. binds himself personally. സാധാരണ മോർഗേജിൽ അങ്ങനെ ഇല്ല. അപ്പൊ പേഴ്സണൽ binds himself personally. അപ്പോൾ ആ ഡിഗ്രിയുടെ പ്രയർ എന്തായിരിക്കും? ഈ അന്യായപ്രകാരമുള്ള തുക വാദിയിൽ നിന്നും വാദിയുടെ വാദി മോർഗേജ് ചെയ്തിരിക്കുന്ന വസ്തുക്കളിൽ നിന്നും, മോർഗേജ് പ്രോപ്പർട്ടി ഷെഡ്യൂൾഡ് പ്രോപ്പർട്ടിയിൽ നിന്നും, എന്താ പറയാ, വാദിയുടെ സാവരിജംഗമ സ്വത്തുക്കളിൽ നിന്നും എന്ന് പറയുമ്പോൾ ഈ മോർഗേജ് പ്രോപ്പർട്ടി അല്ലാതെയുള്ള വാദിയുടെ പേഴ്സണൽ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ പേഴ്സണലായിട്ട് വരുമ്പോഴത്തേക്ക് അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മാത്രം പറ്റില്ല. അയാളപ്പോഴത്തേക്ക് രോഗിയായി പോയെന്ന് വിചാരിക്കുക, അയാൾക്ക് വല്ല മീൻസ് ഇല്ല എന്ന് വിചാരിക്കുക, വേറെ അസറ്റ് ഉണ്ട് ഇതല്ലാതെ. മനസ്സിലായില്ലേ? അപ്പോ സിമ്പിൾ മോർഗേജിന്റെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത വിത്തൗട്ട് ഡെലിവറിങ് പൊസഷൻ. പ്രത്യേകത എന്താണ്? മറ്റൊരു പ്രത്യേകത എന്താണ്? പേഴ്സണൽ ലയബിലിറ്റിയിൽ വരുന്നുണ്ട്. വിത്തൗട്ട് പൊസഷൻ മോർഗേജർ ബൈൻഡ്സ് ഹിംസെൽഫ് പേഴ്സണലി ടു പേ ദ മോർഗേജ് മണി. സ്വന്തം അയാളുടെ പേഴ്സണൽ എക്സിക്യൂഷൻ, പേഴ്സണൽ ഡിഗ്രി അയാള്
ബൈൻസ് ഹിംസെൽഫ് പേഴ്സണലി ടു പേ ദ അയാളുടെ ബോഡി പേഴ്സണൽ ബൈൻസ് ഹിംസെൽഫ് പേഴ്സണലി ടു പേ ദ മോർഗേജ് മണി ആൻഡ് അഗ്രീസ് എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി ദാറ്റ് ഇൻ ദ ഇവന്റ് ഓഫ് ഹിസ് ഫെയിലിംഗ് ടു പേ അക്കോർഡിംഗ് ടു ഹിസ് കോൺട്രാക്ട് the mortgagee shall have a right to cause the mortgaged property to be sold and the proceeds of sale to be applied as far as may be necessary in payment of the mortgage money. The transaction is called simple mortgage and the mortgagee is simple mortgagee. அப்படி പൈസ ഈടാക്കി എടുക്കാൻ വേണ്ടി അയാൾ പേഴ്സണലായിട്ട് ബൈൻഡ് ചെയ്തു. അതോടൊപ്പം തന്നെ എന്താണ്, ഈ ആ മോർഗേജ് മണി കൊടുക്കാൻ സമയത്ത് കൊടുത്താൽ അതിന്റെ വയലേഷൻ ഉണ്ടെങ്കിൽ മറ്റേ റൈറ്റ് വേറെ മോർഗേജി ഷാൽ ഹാവ് എ റൈറ്റ് ടു കോസ് ദ മോർഗേജ് പ്രോപ്പർട്ടി ടു ബി സോൾഡ് ആൻഡ് ദ പ്രൊസീഡ്സ് ഓഫ് ദ സെയിൽ ടു ബി അപ്ലൈഡ്. അത് പറ്റി ഈടാക്കിയെടുക്കാനും പേഴ്സണലായിട്ട് കൊടുക്കാനുമുള്ള പേഴ്സണലായിട്ട് പൈസ ഈടാക്കിയെടുക്കാനുള്ള അധികാരം, അതാണ് സിമ്പിൾ മോർഗേജ്. സിമ്പിൾ മോർഗേജ്. നിങ്ങൾ ഈ സിമ്പിൾ മോർഗേജ് നേരെ നിങ്ങള് സെക്ഷൻ 70 വന്നേ. 70 അല്ലല്ലോ, പാക്കിംഗ് മാർഷലിംഗ് 70 അല്ല, റിഡംഷൻ 96. ഇത് നോട്ട് ഇടുമ്പോ സിമ്പിൾ മോർഗേജ് 96 ഇടണം അവിടെ. 96 ടീപ്പ് എടുക്കുക. The provisions hereinbefore contained which apply to a simple mortgage shall, so far as may be applied to a mortgage by depositor title deeds. 96. ഇപ്പൊ 96 പറയുന്നതാണ് the provisions hereinbefore contained which apply to a simple mortgage. സിമ്പിൾ മോർഗേജിന്റെ പ്രൊവിഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മൾ ഇത് ഏതൊക്കെയാണ് ഉള്ളത്? പേഴ്സണൽ ലയബിലിറ്റി ഉണ്ട്, അതോടൊപ്പം തന്നെ ആ മോർഗേജ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഈടാക്കി എടുക്കാം അല്ലേ. അത് ഇതിനുള്ള വാദമാണ് മോർഗേജ് ബൈ ഡിപ്പോസിറ്റ് ടൈറ്റിൽ ഡീഡ്സ്, അതായത് ഇക്വിറ്റബിൾ മോർഗേജ്. ആ മോർഗേജിന് ഈടാക്കി എടുക്കൽ ഇത് തന്നെയാണ്. നമ്മൾ ബാങ്കിൽ നിന്ന് പണം എടുക്കുന്നതല്ലേ, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടൈറ്റിൽ ഡീഡ്. അതിൽ ബാങ്കുകാരൻ നമ്മുടെ പേരിൽ ഡിഗ്രി എങ്ങനെയുള്ളതായിരിക്കും? ഡിഗ്രി എങ്ങനെയായിരിക്കും? സോ ഡിഗ്രീഡ് വിത്ത് കോസ്റ്റ് അലവിംഗ് ദ പ്ലേറ്റ് ടു റിക്കവർ ദി ഡിക്രിറ്റൽ എമൗണ്ട് വിത്ത് ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് -% per annum from the date of the suit to the date of the decree and 6% per annum from the date of the decree to real realization from the defendant personally and the scheduled mortgage property. അപ്പോ പേഴ്സണൽ എക്സിക്യൂഷൻ അവിടെ വരുന്നുണ്ട്. ഈ മോർഗേജ് പ്രോപ്പർട്ടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതിന്റെ പുറത്ത് ലേലം ചെയ്ത് ഈടാക്കിയെടുക്കാൻ, ഇതാണ് ഡിഗ്രി. അപ്പൊ സിമ്പിൾ മോർഗേജ് ഡിഗ്രിയാണ് എവിടെയും വരുന്നത്. ഇക്വിറ്റബിൾ മോർഗേജ് അല്ലെങ്കിൽ മോർഗേജ് ബൈ ഡിപ്പോസിറ്റ് ടൈറ്റിൽ ഡീഡ്സ് അതുമായിട്ട് ചേർന്ന് വന്നുകൊണ്ടാണ് ഞാൻ നേരെ നിങ്ങളെ ഈ 58 വലിച്ച് അല്ലെ ഈ 58 58 നേരെ നിങ്ങളെല്ലാം പൊക്കിയെടുത്ത് 96 കൊണ്ടുവന്നത് അതുകൊണ്ടാണ്. മനസ്സിലായല്ലോ? സിമ്പിൾ മോർഗേജിന്റെ ആണ്. അപ്പൊ സിമ്പിൾ മോർഗേജിന്റെ ഇത് നമ്മൾ മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ ഞാൻ നേരത്തെ പറഞ്ഞു. വേറെ ദ മോർഗേജർ ഓസ്റ്റൻസിബിലി സിമ്പിൾ മോർഗേജില് ഇല്ല ടൈറ്റിൽ. അങ്ങനെ ചോദ്യത്തിന്റെ കാര്യം ഇത് 96 എന്ന് പറയുന്നത് പ്രൊവിഷൻസ് hereinbefore contained which apply to single mortgage shall. ആ പ്രൊവിഷൻ അപ്ലൈ ചെയ്യുന്നതാണ്. ആ സിമ്പിൾ മോർഗേജിൽ നിന്ന് പൊസിഷൻ കൊടുക്കുന്നില്ല. സിമ്പിൾ മോർഗേജിന് പൊസിഷൻ കൊടുക്കുന്നുണ്ടോ? വിത്തൗട്ട് എൻക്ലൂഡിംഗ് പൊസിഷൻ. ടൈറ്റിൽ അതിൽ കൊടുക്കുന്നില്ല. അത് മോർഗേജ് ഡീഡ് എക്സിക്യൂട്ട് ചെയ്യാണല്ലോ, മോർഗേജ് ഡീഡാണല്ലോ അത് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷെ ഈ മോർഗേജ് ഡീഡ് ഇല്ല, രജിസ്റ്റർ ചെയ്യണ്ട. ആ വ്യത്യാസങ്ങളുണ്ട്. ഈടാക്കി എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്, തുക ഈടാക്കുന്ന കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതെ ടൈറ്റിൽ ഡോക്യുമെന്റ് കൊടുക്കണമെന്ന് പറയുന്നില്ലല്ലോ.
കാര്യം മോർഗേജ് അവിടെ എക്സിക്യൂട്ട് ചെയ്ത് എന്താണ്, അവിടെ എന്ന് പറഞ്ഞ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇവര് തമ്മിലുള്ള ഡീഡ് എന്ന് പറയുന്നത് മോർഗേജ് ഡീഡ് അല്ലേ ഡോക്യുമെന്റ്. മോർഗേജ് ഡീഡ് ആണല്ലോ ഡോക്യുമെന്റ്. അത് പ്രകാരമാണല്ലോ പാർട്ടിക്ക് റൈറ്റ് കിട്ടുന്നത്. അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആണല്ലോ എക്സിക്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ സിമ്പിൾ മോർഗേജിന്റെ മോഡ് ഓഫ് റിയലൈസേഷൻ ആണ് ഇക്വിറ്റബിൾ മോർഗേജ് അല്ലെങ്കിൽ മോർഗേജ് ഡിപ്പോസിറ്റ് ടൈറ്റിൽ ഡീഡിനുള്ളത്. അതാ പറഞ്ഞത്. പക്ഷേ സിമ്പിൾ മോർഗേജിന് പൊസിഷൻ കൊടുക്കുന്നില്ല, ഇക്വിറ്റബിൾ മോർഗേജിന് പൊസിഷൻ കൊടുക്കുന്നില്ല. മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ, where the mortgager ostensibly sell the mortgage property. ostensibly എന്ന് പറയുന്നതാണ്, ostensibly എന്ന നാട്യം എന്നുള്ള വാക്കാണ്. നാട്യം വിലയാധാരത്തിന്റെ ഒരു നാട്യത്തിലാണ്. എന്നാൽ വിലയാധാരമാണോ? അല്ല, ചില കണ്ടീഷൻ പറയുന്നുണ്ട്. സെയിൽ ആണെങ്കിൽ 57 എന്താ പറയുന്നത്, ഔട്ട്റൈറ്റ് സെയിൽ അല്ലേ. ഓണർഷിപ്പ് when the document is executed, on the date of execution the document is, the ownership is transferred. സെയിലില് ഇത് ഓസ്റ്റൻസിബിളി സെയിൽ, അവിടെ ഓണർഷിപ്പ് ഈ ബോണ്ട് ഈ മോർഗേജ് ഡീഡ് കണ്ടീഷൻ സെയിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി പോകുന്നില്ല, ഓണർഷിപ്പ് പോകുന്നില്ല. ഓസ്റ്റൻസിബിൾ സെയിലാണ്. അത് വായിച്ചോളൂ ആരെങ്കിലും. ഇവിടെ ആര് ചോദിച്ചായിരുന്നല്ലോ എന്റെ ഈ മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ ഉണ്ട്, പിന്നെന്താണ് സെയിൽ വിത്ത് എ കണ്ടീഷൻ റീപർച്ചേസ് ഉണ്ട്. ഈ റൂളിംഗ് നോക്കി എടുത്തോളൂ. AER 1954 സുപ്രീം കോർട്ട് 345. AER 1954 SC സുപ്രീം കോർട്ട് 345. ചുഞ്ചുൻ ജാ വേഴ്സസ് എബടത്തലി, ചുൻചുൻ CHUN ജാ വേഴ്സസ് എബടത്തലി. അതായത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ ആൻഡ് സെയിൽ വിത്ത് എ കണ്ടീഷൻ ഓഫ് റീപർച്ചേസ്. അങ്ങനെ സെയിൽ ഉണ്ട്, കണ്ടീഷൻ ഓഫ് റീ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സെയിൽ വിത്ത് എ കണ്ടീഷൻ ഓഫ് റീപർച്ചേസ് രണ്ടും രണ്ടാണ്. സെയിൽ വിത്ത് എ കണ്ടീഷൻ ഓഫ് റീപർച്ചേസ്, വസ്തു വിൽക്കുന്ന അതിൽ ഒരു എഗ്രിമെന്റ് വെക്കാം. എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്ര ആളുടെ പൈസ എല്ലാം തിരികെ നിങ്ങൾ വസ്തു തിരിച്ചെഴുതി തരണം എന്നുള്ള എഗ്രിമെന്റ്. ഇത് തന്നെയാണ് ഈ മോർഗേജ് ബൈ കണ്ടീഷൻ സെയിലും വരുന്നത്. അതിന് മോർഗേജ് ഡീഡും കാര്യങ്ങളും അങ്ങനെയുള്ള ഈ മോർഗേജ് ആയിട്ട് പോകുന്ന മറ്റേ സാധാരണ സൂട്ട് പോലെ ചെയ്യാം വന്നില്ലെങ്കിൽ. ഇത് മോർഗേജിന്റെ സൂട്ട് ഫയൽ ചെയ്യുന്ന പോലെ അതിന്റെ ലിമിറ്റേഷൻ കാര്യങ്ങളും അല്ല. ഇത് മോർഗേജ് ബൈ കണ്ടീഷൻ സെയിൽ ആകുമ്പോഴത്തേക്ക് അതിന്റെ ലിമിറ്റേഷൻ വരുന്നത് മോർഗേജിന്റെ ലിമിറ്റേഷൻ ആണ്. അത് 30 വർഷമാണ് റിഡംഷൻ്റെതും പിന്നെ ഫോർക്ലോഷറും ഒക്കെ വരുമ്പോൾ അത് പിന്നെ വിശദമായിട്ട് വരാം. ഇത് വരുമ്പോഴത്തേക്ക് ഇത് അങ്ങനെയല്ല. അത് രണ്ടിന്റെ ഡിസ്റ്റിങ്ഷൻ എന്താണെന്നുള്ളത് ഇപ്പൊ ഒബ്ജക്റ്റിലേക്ക് നമുക്ക് ആവശ്യമില്ല. ഞാൻ നേരത്തെ ചോദ്യം വന്നുകൊണ്ട് ഞാൻ പറയാം, രണ്ടെണ്ണം ഉണ്ടെന്നുള്ള പറഞ്ഞുള്ളൂ. ഇപ്പൊ മോർഗേജ് ബൈ കണ്ടീഷൻ സെയിൽ ഇറ്റ് ഈസ് എൻ ഓസ്റ്റൻസിബിൾ സെയിലാണ്. ആ വാക്ക് ഓർത്തിരിക്കുക. അത് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. പിന്നെ മോർഗേജ് ബൈ കണ്ടീഷൻ സെയിൽ ഓസ്റ്റൻസിബിൾ സെയിലാണ്. ആ കാലാവധിക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ സെയിൽ ബിക്കംസ് അബ്സല്യൂട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് മോർഗേജി വാട്ട് ഈസ് സെറ്റ് ടു ബി കംപ്ലീറ്റ് ഈസ് ദാറ്റ് he had received the entire amount. ഇവിടെ വസ്തു അയാളുടെ കയ്യിലായി, പക്ഷെ പൊസിഷൻ മറ്റെടുത്താണ്ട് he has to file a suit for recovery of possession against the mortgage. അത് വരുമ്പോഴത്തേക്ക് ആ സൂട്ട് ഫോർ റിക്കവറി പൊസിഷൻ വരുമ്പോഴത്തേക്ക് എന്ത് വരും? അതിന്റെ ലിമിറ്റേഷൻ 12 വർഷമാണ്. എന്തുകൊണ്ട്? ഇന്നലെ നമ്മൾ പറഞ്ഞില്ല അഡ്വേഴ്സ് പൊസിഷൻ. എന്നു മുതൽ വസ്തു ഇയാൾ
അപ്പൊ ഈ സെയിൽ ഈ ഡിഫോൾട്ട് വന്നു, മോർഗേജ് ബൈ കണ്ടീഷൻ ഓസ്റ്റൻസിബിൾ സെയിൽ ഔട്ട്റൈറ്റ് സെയിൽ ആയിട്ട് മാറി. ആ മാറിയ ഡേറ്റ് ഏതാണ്? ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഡിഫോൾട്ട് വരുത്തിയതാണ് അല്ലേ? അപ്പൊ അന്ന് മുതല് ഇയാൾക്ക് സെയിൽ മോർഗേജ് ഓണറായിട്ട് മാറുന്നു. പക്ഷെ പ്രോപ്പർട്ടീസ് ഇൻ പൊസഷൻ ഓഫ് ദി മോർഗേജർ. അപ്പൊ നേരത്തെ പറഞ്ഞ സെക്ഷൻ 24 അല്ലേ, 24 ലിമിറ്റേഷൻ ആക്ട് അല്ലേ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു. 24 അല്ലേ അംജത്തെ? അത് 27 ആണ്. 27 അല്ലേ? 27 ലിമിറ്റേഷൻ ആക്ട്. അത് പ്രകാരം the possession can be termed as hostile to the owner. ഓണർ ആണ്, മോർഗേജ് ആണ്. മോർഗേജ് റൈറ്റ് ഒക്കെ തീർന്നവിടെ. ഈ ബിക്കംസ് ഓണർ, പൊസഷൻ ഈസ് വിത്ത് ഹിം. താക്കോൽ ഈയുടെ പെട്ടി മറ്റേ ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യാം? അപ്പോ for recovery of possession, a property in a hostile possession is there. A person has been dispossessed, the possession of the property has been lost. അങ്ങനെ വന്നാല് സ്പെസിഫിക് റിലീഫ് ആക്ട് പ്രകാരമാണെങ്കിൽ സെക്ഷൻ 8 നിങ്ങൾ പഠിക്കും. ഇപ്പൊ പ്രസാർ പഠിപ്പിക്കുന്നുണ്ട് സ്പെസിഫിക് റിലീഫ് ആക്ട്. അങ്ങനെ സെക്ഷൻ 8 ആണ്. അത് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നില്ല. അങ്ങോട്ട് ഞാൻ ആവശ്യമില്ലാത്തത് കയറി ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോഴ് this possession is with the mortgagor. Appo the right of this owner of the property, who happens to be the mortgagee, to recover possession is running against him from that date onwards. Appo he fails to file a suit for recovery of possession within 12 years. This mortgagor who is in hostile possession becomes his owner as possessory title വരും. അല്ലാതെ ആ ടൈറ്റിൽ ഓണർഷിപ്പ് ടൈറ്റിൽ അല്ല. ഓണർഷിപ്പ് ടൈറ്റിൽ ആർക്ക് വന്നു? മോർഗേജിക്ക് വന്നു. ഈയുടെ ടൈറ്റിൽ ഏതാണ്? ഈ ബിക്കംസ് ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി ബൈ പൊസസറി ടൈറ്റിൽ. അതായിട്ട് മാറും. ഇതൊന്നും ഒബ്ജക്റ്റീവിന് ആവശ്യം, അത് ചോദിച്ചാൽ വരുന്ന ഞാൻ പറയുകയാണത്. അങ്ങനെ ഒരു കോൺസിക്വൻസ് എന്നാ ഞാൻ പറയുകയാണ്. അതാണ് ആ 27 പ്രകാരം ഒരാളുടെ സൂട്ട് ഫയൽ ചെയ്ത് അവർ റൈറ്റ് ഉണ്ട്, ആ റൈറ്റ് എക്സ്റ്റിംഗ്വിഷ് ചെയ്താലേ അത് തീർന്നവിടെ. അപ്പൊ അയാളുടെ റൈറ്റ് റിക്കവറി പോസ്റ്റ് എക്സ്റ്റിംഗ്വിഷ്മെന്റ് നടക്കുകയാണ് 12 കൊല്ലം കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ ആ റൈറ്റ്, അപ്പൊ വേറെ ആളുടെ റൈറ്റ് അവിടെ ചേരുകയാണ്. അതുകൊണ്ടാണ് ഇയാളുടെ റൈറ്റ് തീരുന്നത്. പ്രോപ്പർട്ടിക്ക് എപ്പോഴും ഒരു ഓണർ വേണമല്ലോ അല്ലേ? അപ്പോൾ ഇയാളുടെ റൈറ്റ് അവിടെ തീരുമ്പോഴത്തേക്ക് മറ്റേ റൈറ്റ് ഫുൾഫിൽ ആയി. ഇത്രയേ ഉള്ളൂ മോർഗേജ് ബൈ കണ്ടീഷൻ സെയിൽ നമ്മൾ പഠിക്കാനുള്ളത്. അപ്പൊ റിക്കവറി പേഴ്സന്റെ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരു യൂസഫ്രൈച്ചറി മോർഗേജ് ഡെലിവേഴ്സ് പൊസഷൻ ഒരു എഗ്രീസ് ടു ബി ഡെലിവേർഡ്. അതാണ് എഗ്രീസ് ടു ബി ഡെലിവേർഡ്. എഗ്രീസ് ടു ബി ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ അതിൽ പറയാം, ടേംസ് മോർഗേജ് ഡീഡിൽ പറയും പ്രോപ്പർട്ടി നിങ്ങൾക്ക് കൈവശം തന്നുകൊള്ളാം, അല്ലെ അപ്പൊ കൊടുക്കണം, പിന്നെ കൊടുത്താലും മതി. കൊടുത്തില്ലെങ്കിൽ ഇയൊക്കെ അത് വാങ്ങാനുള്ള അധികാരമുണ്ട്. നമ്മുടെ റൈറ്റ്സ് ഓഫ് ദി മോർഗേജ് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് he can insist the mortgagor to deliver possession, ആ കണ്ടീഷൻ വയലേഷൻ ഉണ്ടെങ്കിൽ. യൂസഫ്രൈച്ച് മോർഗേജ് നമ്മൾ യൂസഫ്രൈച്ച് എന്ന് പറഞ്ഞാൽ ആദായം എടുക്കുകയാണ്. അതിൽ ഉൽപ്പന്നങ്ങൾ അല്ല, യൂസഫ്രൈച്ച് ഉൽപ്പന്നങ്ങൾ എടുത്ത് അയാള് പൈസ ഈടാക്കി എടുക്കുന്നതാണ് പൊസഷൻ കൊടുക്കുക എന്നുള്ളത്. ഇതാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ഇത് കിട്ടിക്കഴിഞ്ഞാല് ആ കാലാവധി കഴിഞ്ഞാല് അയാൾക്ക് പിന്നെ തുകയും ബ്ലേഡ് മനസ്സിൽ കൂട്ടിയാൽ മതി. യൂസഫ്രൈച്ചറി മോർഗേജ് അത് വായിച്ചുള്ളൂ. ആരെങ്കിലും വായിക്കാൻ പറഞ്ഞ എത്ര അഞ്ചത്തേ ഉള്ളൂ അല്ലേ? ഓരോരുത്തർ പേര് ഞാൻ വിളിക്കുന്നില്ല. ഇന്നിവിടെ ആള് കുറവാണല്ലോ. ഇന്നലെ 2, 4, 6, 7 വരെ ഉള്ളോ? 7 വരെ ഉള്ളൂ. പറഞ്ഞോളൂ. യൂസഫ്രൈച്ചറി മോർഗേജ് വായിക്കട്ടെ സാർ. Where the mortgagor delivers possession
or expressly or by implication binds himself to deliver possession of the mortgaged property to the mortgagee and authorize him to retain such possession until payment of the mortgage money and to receive the rents and profits acquiring from the property or any part of such rents and profits and to appropriate the same in lieu of interest or in payment of the mortgage money or partly in lieu of interest or partly in payment of the mortgage money. The transaction is called a usufructual mortgage and the mortgagee a usufructuary mortgagee. അപ്പൊ ഇത്രയും അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങള്? കേൾക്കാം സാർ. അപ്പൊ നിങ്ങൾ ഇത്രയും വിഷമിക്കേണ്ട. യൂസഫറി മോർഗേജ് ഒബ്ജക്റ്റ് ടൈപ്പിന് ഇത്രയേ ഉള്ളൂ. ഇൻ എ യൂസഫ്രക്ചറി മോർഗേജ് പൊസഷൻ ഹാസ് ടു ബി ഡെലിവേർഡ്. ഒന്ന്, പൊസഷൻ ഹാസ് ടു ബി ഡെലിവേർഡ്. പിന്നെന്താണ്? ഓർ എക്സ്പ്രസ്ലി ഓർ ഇംപ്ലിക്കേഷൻ ബൈൻഡ്സ് ഹിംസെൽഫ് ടു ഡെലിവർ പൊസഷൻ. എക്സ്പ്രസ്ലി ഡോക്യുമെന്റ് മോർഗേജ് ഡീഡിൽ തന്നെ എക്സ്പ്രസ് ആയിട്ട് എന്താണ് പൊസഷൻ തന്നുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയാലും മതി. ഒരു പൊസഷൻ കൊടുക്കണമെന്നല്ല, ചുന്നെ ചോദിച്ചാൽ കൊടുക്കണം എന്നല്ലേ ഉള്ളു. പിന്നെന്താണ്? ആ മോർഗേജ് എമൗണ്ട് ഇതിൽ നിന്ന് എവിടെ പറയുന്ന പിന്നെന്താണ്? അയാളുടെ റൈറ്റ് എന്താണ്? ഓതറൈസസ് ഹിം ടു റീറ്റെയിൻസ് ഹിസ് പൊസിഷൻ അണ്ടിൽ പേയ്മെന്റ് ഓഫ് ദ മോർഗേജ് മണി. ഒന്നി പേയ്മെന്റ് ഓഫ് ദ മോർഗേജ് മണി വരെ റീറ്റെയിൻ ചെയ്യുക, ആൻഡ് റിസീവ് ദ റെന്റ്സ് ആൻഡ് പ്രോഫിറ്റ്സ് അക്രൂയിങ് ഫ്രം ദ പ്രോപ്പർട്ടി ഓർ എനി പാർട്ട് ഓഫ് സച്ച് റെന്റ്സ് ആൻഡ് പ്രോഫിറ്റ്സ് ആൻഡ് അപ്രോപ്രിയേറ്റ് സെയിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ഇത് ഇപ്പൊ കടമുറകളാണ് മോർഗേജ് ചെയ്യുന്നത്, അതിന്റെ റെന്റ് അയാൾ വാങ്ങുകയാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നാളികേരം കിട്ടും, തെങ്ങുകൾ കൊടുക്കുന്നു, അതിന്റെ പറ്റുള്ള കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ആ പ്രോഫിറ്റ്സ്, റെന്റ്, ഇതൊക്കെ കൊണ്ട് എന്താണ് മോർഗേജ് മണി അതിന്റെ പലിശയും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതുകൊണ്ട് മാത്രം ആര് പൊസഷൻ കൊടുക്കണം, ഇതിൽ നിന്നാണ് ഈടാക്കി എടുക്കുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത് യൂസഫ്രക്ചറി മോർഗേജ്. ഇത്രയും ഒബ്ജക്റ്റ് ടൈപ്പ് നമ്മൾ ഇത്രയും നോക്കി പഠിച്ചിരുന്നാൽ മതി. ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 സെക്ഷൻ ഉണ്ട് ഇതിനു വേണ്ടിയുള്ള. അത് സെക്ഷൻ 60, 62. ആദ്യം 62 എടുക്കുക. 62 അതെല്ലാം വായിച്ചോളൂ. സോഫീല 62. Welcome, sir. In the case of usufructuary mortgage, the mortgager has a right to recover possession of the property together with the mortgage deed and all documents relating to the mortgage property which are in the possession or power of mortgagee. Subclause A, where the mortgagee is authorized to pay himself the mortgage money from the rents and profits of the property when such money is paid. B, where the mortgagee is authorized to pay himself from such rents and profits or any part thereof, a part only of the mortgage money, when the term, if any, prescribed for the payment of the mortgage money has expired and the mortgager pays or tenders to the mortgagee the mortgage money or the balance thereof or deposits it in court hereinafter provided. ഇതെന്ന് പറഞ്ഞാൽ ഈ മോർഗേജറുടെ ഒരു റൈറ്റ് ഉണ്ട്, റൈറ്റ് റിഡംഷൻ ഇല്ലേ? ഫണ്ട്സ് എ മോർഗേജ്, ആൾവേസ് എ മോർഗേജ്. അപ്പോൾ യൂസഫ്രക്ചറി മോർഗേജിനെ പറ്റി റൈറ്റ് ഓഫ് എ യൂസഫ്രക്ചറി മോർഗേജർ ടു റിക്കവർ പൊസഷൻ. പൊസഷൻ പറയാൻ കാര്യം എന്താണ്? ഇപ്പൊ കണ്ടീഷണൽ സ്റ്റേജിലാണെങ്കിൽ പൊസഷൻ മോർഗേജ് എടുക്കാൻ കാര്യം എന്താണ്? ഓണർഷിപ്പ് കിട്ടി പൊസഷൻ കൊടുത്തില്ലല്ലോ. യൂസഫ്രക്ചറി മോർഗേജിൽ എന്താണ്? പൊസഷൻ കൊടുക്കുകയല്ലേ? മനസ്സിലായില്ലേ? ആർക്ക് കൊടുക്കുന്നത്? മോർഗേജിക്ക്. ഇപ്പൊ മോർഗേജിന്റെ റൈറ്റ് എന്താണ്? ഇടപാട് തീർന്നാൽ കാലാവധി കഴിഞ്ഞാല് അല്ലെ ഒന്നും കൊടുക്കാൻ, ബാക്കിയൊന്നും കൊടുക്കാൻ, അല്ലെങ്കിൽ എന്താണ് അയാളുടെ പൊസഷൻ തിരിച്ചു വേണ്ടേ അയാൾക്ക്? മനസ്സിലാകുന്നുണ്ടോ? തൻസീന, സ്റ്റെഫി, മനസ്സിലായ എന്താന്ന്? അപ്പൊ യൂസഫ്രക്ചറി നമ്മളെ കാണാൻ പഠിക്കുകയല്ലേ വേണ്ടത്, മനസ്സിലാക്കി പഠിക്കുകയാണ്. യൂസഫ്രക്ചറി മോർഗേജ് പൊസഷൻ കൊടുക്കുകയാണ്. അപ്പോഴേ ഇടപാട് തീരുമ്പോൾ മോർഗേജ്, വൺസ് എ മോർഗേജ് ആൾവേസ് എ മോർഗേജ്, റൈറ്റ് ഓഫ് റിഡംഷൻ ഈസ് വെസ്റ്റഡ് വിത്ത് ദി മോർഗേജർ.
അങ്ങനെ യൂസഫറി മോർഗേജ് എന്ന് പറയുമ്പോൾ ആ ആദായം കൊണ്ട് അവിടെ ഇടപാട് തീരുകയാണ് അല്ലേ? അല്ലെങ്കിൽ കൊടുക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും കൈയുടെ കുറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാല് ഈ പൊസഷൻ ഈയിടെ തിരിച്ചു കിട്ടണമല്ലോ. അപ്പൊ ആരാ സൂട്ട് കൊടുക്കണ്ടേ? അമല, ആരാ സൂട്ട് കൊടുക്കണ്ടേ പൊസഷൻ കിട്ടാൻ വേണ്ടി? മോർഗേജ് അല്ലേ സാർ? ഒന്നുകൂടെ പറയും. മോർഗേജി. അതെങ്ങനെയാ? മോർഗേജറാണ് കൊടുക്കുന്നത്. മോർഗേജിയുടെ കയ്യിൽ മോർഗേജർ പൊസഷൻ തിരിച്ചു കിട്ടാൻ ഡെലിവറി ഓഫ് പൊസഷൻ. അത് മോർഗേജർക്കല്ലേ അയാളുടെ വസ്തു യൂസഫറി മോർഗേജിൽ പൊസിഷൻ കൊടുക്കുകയല്ലേ? അത് ആദായം മറ്റേ എടുക്കുകയല്ലേ മോർഗേജി? ഇതവിടെ ചിലപ്പോൾ പൊസിഷൻ തിരിച്ചു വേണ്ടേ? അപ്പൊ മോർഗേജറല്ലേ? അതുപോലെ കണ്ടീഷൻസ് ചെയ്താകുമ്പോഴത്തേക്ക് ഓണർഷിപ്പ് മോർഗേജി കിട്ടുന്നു ഇല്ലേ? പക്ഷെ പൊസിഷൻ കൊടുക്കുന്നില്ല. അപ്പൊ ആരുടെയായി പൊസിഷൻ? മോർഗേജറുടെയായി പൊസിഷൻ. അതങ്ങനെ ഓരോന്നും കാണാൻ പഠിച്ചിട്ട് കാര്യമില്ല, മനസ്സിലാക്കി പഠിക്കുക. ഇനി കൊടുക്കുക. ഇൻ ദ കേസ് ഓഫ് യൂസഫറി മോർഗേജ്, the mortgager has a right to recover possession of the property. അത് ഒബ്ജക്റ്റ് ടൈപ്പ് അങ്ങനെ തന്നെ ചോദിക്കാം. He has a right to recover possession of the property and together with the mortgage deed. മോർഗേജ് ഡീഡ് എന്താണ്? മോർഗേജ് ഡീഡ് രജിസ്റ്റർ ചെയ്ത് മോർഗേജ് ഡീഡ് ഉണ്ടല്ലോ, അത് അവിടെ നിന്ന് റിലീസ് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ എന്ത് കിടക്കും? എൻകംബറൻസ് കിടക്കും സബ് രജിസ്റ്റർ ഓഫീസിൽ. Together with the mortgage deed and all documents relating to the mortgage property which are in possession or power of the mortgage. ഇപ്പൊ നേരത്തെ പറഞ്ഞാല് ടൈറ്റിൽ ഡീഡ് കൊടുത്തു എന്ന് വിചാരിക്കുക, അത് വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തു എന്ന് വിചാരിക്കുക, മോർഗേജ് ഡീഡ് പറയും അത് കൊടുത്തു എന്ന് വിചാരിക്കുക. അതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടാൻ അർഹതയുണ്ട്. മനസ്സിലായില്ലേ? എപ്പോഴാണ് കിട്ടാൻ അങ്ങനെ അർഹത വരുന്നത്? where the mortgagee is authorized to pay himself the mortgage money from the rents and profits of the property when such money is paid. മോർഗേജിയുടെ അതിന് പ്രോഫിറ്റ് കൊണ്ട് ഇത് മൊത്തം ഈടാക്കി എടുക്കണമെന്ന് പറഞ്ഞ് അതെല്ലാം കിട്ടിക്കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ബി where the mortgagee is authorized to pay himself from such rents and profits or any part thereof a part only of a mortgage money. കുറച്ച് മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. കുറച്ച് മാത്രം മോർഗേജ് മണി കിട്ടിയിട്ടുള്ളൂ. when the terms if any prescribed for payment of the mortgage money has expired and the mortgager pays or tenders to the mortgage money or the balance thereof or deposits and board therein after provided. അപ്പോഴ് ഈ ചിലപ്പോൾ വാടക ഒരു കൊല്ലത്തേക്ക് കൊടുക്കുന്നു. ഈ വാടക കൊണ്ട് അതിന്റെ ആദായം കൊണ്ട് എടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് അവരപ്പോൾ തന്നെ കണക്കൂട്ടുമ്പോഴത്തേക്ക് ഇത് മൊത്തം കൊണ്ട് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ ടേംസ് വെക്കുന്നത് എന്താണ്? അങ്ങനെ പോരാതെ വരുന്ന പൈസ ഞാൻ നിങ്ങൾക്ക് തന്നുകൊള്ളാം, അല്ല കോടതി കെട്ടിവെക്കാന്ന് ടേംസ് ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ആ ടേംസ് പ്രകാരം ഇയാളെ പൈസ ടെൻഡർ ചെയ്യുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ റൈറ്റ് ഓഫ് റിഡംഷൻ പറഞ്ഞാൽ എന്തുണ്ടായിരിക്കണം? നോ എമൗണ്ട് ഷുഡ് ഹാവ് ബീൻ ദേർ ആസ് അക്രൂഡ് ടു ദി മോർഗേജി ഫ്രം ദ മോർഗേജർ. അപ്പൊ ആ ടേംസ് അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് മോർഗേജ് ഡീഡ് പ്രകാരമാണ് ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ആർക്കാ? മോർഗേജർക്ക് എന്ത് റൈറ്റ് കിട്ടുന്നു? മോർഗേജർ ഹാസ് ഗോട്ട് എ റൈറ്റ് ടു ഫയൽ ഫയൽ എ സൂട്ട് ഫോർ റിക്കവറി ഓഫ് പൊസിഷൻ. അല്ലെങ്കിൽ സൂട്ട് വരികയിൽ തിരിച്ചു കൊടുത്തില്ലെങ്കിലാണ് സൂട്ടിന് പോകേണ്ട കാര്യമുള്ളൂ. ഗെറ്റ് ദ പൊസഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ആൻഡ് ആൾ ദ ഡോക്യുമെന്റ്സ്. അതാണ് 62. മോർഗേജർക്ക് വേണ്ടി പ്രത്യേക റൈറ്റ് ആണ് പറയുന്നത്. മനസ്സിലായോ? 62B അത് പറയണെന്ന് വെച്ചാൽ റെന്റ് കൊണ്ട് മാത്രം ആ പൈസ ഈടാക്കാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി സാർ ഒന്ന് പറയൂ സാർ, കട്ടായി പോയി. അതാ when the mortgagee is authorized to pay himself from such rents and profits. Mortgagee is authorized to pay himself. അത് ആദ്യത്തെ ഈ പറയുന്നതാണ്. is authorized to pay himself the mortgage money from the rents and profits. B എന്താണ്? when the mortgagee is authorized to pay himself from the rents and profits. അല്ലെങ്കിൽ അവിടെ ഓർ എനി പാർട്ട് ഏതെങ്കിലും ഒരു ഭാഗം. അപ്പൊ ബാക്കി ഭാഗം വരുന്നില്ലേ? ഒരു ഭാഗം അങ്ങനെ ഈടാക്കി എടുക്കാൻ പറയാം മോർഗേജ് പറയുന്നെങ്കിൽ when the term if any prescribed for the payment of the mortgage money has expired and the mortgager pays or tenders the amount. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പേയ്മെന്റിന്റെ കൊടുക്കേണ്ട പീരീഡ് വരുന്നില്ല. പീരീഡ് എക്സ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് എക്സ്പയർ ചെയ്ത് എന്തെടുക്കും? ഈ മോർഗേജർ ഹിംസെൽഫ് പേയ്സ് ദ ടെൻഡറിംഗ് ദി എമൗണ്ട് കൊടുക്കാനുള്ളത്. അപ്പൊ ഈ
യൂസഫറി മോർഗേജില് അയാൾ മോർഗേജ് മണി മൊത്തം ഈടാക്കിയെടുക്കാൻ വേണ്ടി ഒരു ഈ റെന്റ് കൊണ്ടോ പ്രോഫിറ്റ്സ് കൊണ്ടോ ഈടാക്കിയെടുക്കാന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പാർട്ട് ഈടാക്കിയെടുക്കാന്ന് പറയാം, ഒരു പകുതി ഭാഗം എന്തെങ്കിലും ഭാഗം ബാക്കി പൈസ ആയിട്ട് കൊടുക്കാമെന്ന് പറയാം. അത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് വാട്ട് എവർ ഇറ്റ് മേ ബി, നോ എമൗണ്ട് ഷുഡ് ഹാവ് ബീൻ ദേർ ആസ് ബാലൻസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ടു ദി മോർഗേജി. അങ്ങനെ എല്ലാ ഇടപാടും തീരുന്ന എനിക്ക് മാത്രമാണ് ഈ റൈറ്റ് വരുന്നത്, റൈറ്റ് ഓഫ് റിഡംഷൻ വരുന്നുള്ളൂ ഇയാൾക്ക്. ആ റൈറ്റ് ഓഫ് റിഡംഷൻ എന്താണ്? റൈറ്റ് ടു റിക്കവർ പൊസഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ടുഗദർ വിത്ത് ഡോക്യുമെന്റ്സ്. അതാണ്. അതല്ലേ അതിനകത്ത് പറയുന്നത്. രണ്ടാമത് പറയുന്നതാണല്ലേ, വേർ ദ മോർഗേജർ ഈസ് ഓതറൈസ്ഡ് ടു പേ ഹിംസെൽഫ് ഫ്രം സച്ച് റെന്റ്സ് ആൻഡ് പ്രോഫിറ്റ്സ് ഓർ എനി പാർട്ട് തിയറോഫ് ആസ് പാർട്ട് ഓൺലി ഓഫ് ദ മോർഗേജ് മണി. മോർഗേജിന്റെ പാർട്ട് ഓൺലി ആണ് അങ്ങനെ കിട്ടുന്നതെങ്കിൽ, അങ്ങനെ ടേംസ് ഉണ്ടെങ്കിൽ ബാക്കി പൈസ കൊടുക്കണമല്ലോ അയാള്. അതിനെന്താ സംശയത്തിന്റെ കാര്യം എന്താ? ഇതോടൊപ്പം നിങ്ങൾ 60 കൂടെ നോക്കുക. 60 ആണ് റൈറ്റ് ഓഫ് റിഡംഷൻ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻ ആണ് 60. ഈ 62 എന്ന് പറയുന്ന മോർഗേജിക്ക്, യൂസഫറി മോർഗേജിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. മനസ്സിലായില്ലേ? 60 ജനറൽ ആയിട്ടുള്ള റൈറ്റ് ഓഫ് റിഡംഷൻ ആണ്. റൈറ്റ് ടു റിഡീം, റൈറ്റ് ഓഫ് മോർഗേജർ ടു റിഡീം എന്താണ്? അറ്റ് എനി ടൈം ആഫ്റ്റർ ദ പ്രിൻസിപ്പൽ മണി ഹാസ് ബിക്കം ഡ്യൂ, the mortgagor has a right on payment or tender at a proper time and place the mortgage money to require the mortgagee A to deliver to the mortgagor the mortgage deed and all other documents relating to the mortgage property which are in possession or power of the mortgagee. ഏതാണ്? At any time after the principal money has become due, the mortgagor has a right on payment or tender at a proper time. അപ്പോൾ ആ മോർഗേജ് മണി ഡ്യൂ ആയി കഴിഞ്ഞാല് അറ്റ് എനി ടൈം, അങ്ങനെ എപ്പോഴും ഡ്യൂ ആയി കഴിയുന്നു അപ്പോഴേ മോർഗേജ് ഹാസ് ഗോട്ട് എ റൈറ്റ് ടു ടെൻഡർ ദി എമൗണ്ട്. ഏത് മോർഗേജ് മണി ടു റിക്കവർ ദ മോർഗേജ് ഹാസ് എ റൈറ്റ് ഓൺ പേയ്മെന്റ് ഓർ ടെൻഡർ. അതൊക്കെ പൈസ നേരിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് കോടതി കെട്ടിവെച്ചിട്ട് കേസ് കൊടുക്കാം. ടെൻഡർ അറ്റ് എ പ്രോപ്പർ ടൈം, നോട്ടീസ് കൊടുക്കുക, നിങ്ങൾ പൈസ ഇന്നപ്പോ വാങ്ങി എടുക്കണമെന്ന് നമ്മൾ കൊടുക്കുക. പ്ലേസ് ഓഫ് ദ മോർഗേജ് മണി ടു, പിന്നെന്താണ്? റിക്വയർ മോർഗേജ് എ ടു ഡെലിവർ. എന്തൊക്കെയാണ്? ടു ദ മോർഗേജർ ദ മോർഗേജ് ഡീഡ് ആൻഡ് all documents related to the mortgage property which are in possession or power of the mortgagee. B, where the mortgage is in possession of the mortgage property to deliver possession thereof to the mortgager. And C, at the cost of the mortgager either to retransfer the mortgage property to him or to such third person as him and direct. അത് ഒബ്ജക്റ്റ് ടൈപ്പ് വരാം. അതിന്റെ കോസ്റ്റ് വരയ്ക്കേണ്ടത് മോർഗേജർ ആണ്. ഏത്? മോർഗേജ് ഡീഡ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, രജിസ്റ്റർ ചെയ്യുന്നുണ്ടല്ലോ, അത് റീട്രാൻസ്ഫർ ചെയ്യണ്ടേ? അതിന്റെ കോസ്റ്റ് ആരാ വഹിക്കുന്നത്? അതിന്റെ കോസ്റ്റ് ഓഫ് ദ മോർഗേജർ. മോർഗേജി അല്ല കോസ്റ്റ് വഹിക്കുന്നത്, റീട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന്റെ കോസ്റ്റ് വഹിക്കേണ്ടത് അതിന്റെ കോസ്റ്റ് ഓഫ് ദ മോർഗേജർ ഐദർ ടു റീട്രാൻസ്ഫർ ദ മോർഗേജ് പ്രോപ്പർട്ടി ടു ഹിം, അയാൾക്കോ മോർഗേജർക്ക്, അല്ലെങ്കിൽ അയാൾ പറയുന്ന ആളിനോ തേർഡ് പേഴ്സൺ as he may direct, or to execute and where the mortgage has been effected by registered instrument. എന്ന് പറയാൻ കാരണം എന്താ? മോർഗേജ് രജിസ്റ്റേർഡ് ഇൻസ്ട്രുമെന്റ് ഇല്ലല്ലോ. or to execute and have registered an acknowledgement in writing that any right in derogation of his interest transferred to the mortgagee has been extinguished. അതായത് അപ്പൊ റീകൺവേ ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്യണം. And execute or to execute where the mortgage has been inspected by registered document and instrument and execute ചെയ്യണം. Or to execute and to have registered an acknowledgement in writing. എന്താണ്? That any right in derogation of the interest transferred to the mortgagee has been extinguished. മോർഗേജിക്ക് ഉണ്ടായിരുന്ന എല്ലാ ഇൻട്രസ്റ്റും എക്സ്റ്റിംഗ്വിഷ് ചെയ്തിരിക്കും പറഞ്ഞ് അതെന്താണ്? ഈ മോർഗേജ് ഡീഡ് എക്സിക്യൂട്ട് ചെയ്തത് റിലീസ് ചെയ്ത് തിരിച്ചു കൊടുക്കുന്നതിനുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ് ഓഫ് റിഡംഷനിൽ വരുന്നത്. അത് അല്ല, അവിടെ മോർഗേജ് കിടക്കില്ലേ? അവിടെ ഇത് വേണ്ടാത്ത ഇതിനെ ഉള്ളൂ, വേണ്ടാത്ത മോർഗേജ് ഡെപ്പോസിറ്റ് ടൈറ്റിൽ ഡീഡിനെ ഉള്ളൂ. അവിടെ രജിസ്റ്റേർഡ് ഡീഡ് ഇല്ലല്ലോ. അല്ലെങ്കിൽ എല്ലാം അത് നിങ്ങൾ നോക്കി
തിരിച്ച് അല്ലെങ്കിൽ അവിടെ കിടക്കില്ല, ബാധ്യത കിടക്കില്ല അവിടെ. റിലീസ് ഡീഡല്ല, റിലീസ് ഡീഡല്ലെന്ന് പറഞ്ഞു എന്റെ ബാധ്യത എല്ലാം തീർന്നു എന്നും പറഞ്ഞുള്ള ഒരു നമ്മുടെ ഡീഡാണ് അവിടെ തിരിച്ച് അതായത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. റിലീസ് ഡീഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? റിലീസ് ഡീഡ് എന്ന് പറയുമ്പോഴത്തെ അയാൾക്കുള്ള അവകാശം വിട്ടുകൊടുക്കൽ. അയാൾക്ക് അവകാശമൊന്നും ഇല്ലല്ലോ, അയാൾ ഈ ഡോക്യുമെന്റ് പ്രകാരം ഉണ്ടായതെല്ലാം തിരിച്ചു കൊടുക്കുകയല്ലേ. ഇപ്പൊ എനിക്ക് 2 പേർക്ക് ഒരു കോഷെയറേഴ്സ് 3 ഒരു കോ ഓണേഴ്സ് അല്ലെ കോ ഓണേഴ്സ്. ഇപ്പൊ എനിക്ക് 2 പേരുടെ ഷെയർ ആണ്, എനിക്ക് വേണ്ടി എന്റെ ഓഹരി വേണം വേറെ റിലീസ് ചെയ്ത് കൊടുക്കാം. അതാണ് റിലീസ് ചെയ്തെന്ന് പറയുന്നത്. 3 പേർക്കുള്ള കോ ഓണർമാരാണ്. അപ്പൊ എനിക്ക് എന്റെ ഒരു ഷെയർ 3 ആ 3 എനിക്ക് വേണ്ടി ആർക്ക് വേണം റിലീസ് ചെയ്ത് കൊടുക്കാം, കൂട്ടത്തിലുള്ള ഒരാളിന്. അതാണ് റിലീസ് ചെയ്ത്. ഇത് റിലീസ് ചെയ്തല്ലോ, അയാൾക്കുള്ള ഒരു അധികാരം അവകാശം വിട്ടുകൊടുക്കല്ലോ. നിങ്ങളത് നിങ്ങൾ 59 എടുത്തോളൂ. 59 59. Where the principal money secured is 100 rupees or upwards, the mortgage other than the mortgage by deposit title deeds can be effected only by registered instruments signed by the mortgagor and attested by at least 2 witnesses. Where the principal money secured is less than 100 rupees, a mortgage may be effected either by a registered instrument signed and attested as aforesaid, or by delivery of possession, except in the case of simple mortgage. അപ്പൊ വേറെ upon പ്രിൻസിപ്പൽ മണി സെക്യൂർഡ് ഇസ് ലെസ് ദാൻ 100 rupees. അപ്പൊ 100 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാം പ്രിൻസിപ്പൽ മണി ആണെങ്കിൽ എല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കണം, അറ്റസ്റ്റ് ചെയ്തിരിക്കണം. 100 രൂപയ്ക്ക് താഴെയുള്ളതാണെങ്കിൽ എന്താണ്? മോർഗേജ് may be effected by either by registered instrument or by delivery of possession. Except in the case of simple mortgage. Simple mortgage delivery possession ഇല്ല. ബാക്കിയെല്ലാം 100 രൂപയ്ക്ക് താഴെയാണെങ്കിൽ ഡെലിവറി ഓഫ് പൊസിഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അതിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആ മോർഗേജ് ഡീഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആണ് തിരികെ കിട്ടേണ്ടത്. തിരികെ അതിന്റെ ആ ലൈബിലിറ്റി ഇല്ലാതാകണമല്ലോ. മനസ്സിലായോ? എന്താ അവിടെ സംശയം വരേണ്ട കാര്യം എന്താ? അവിടെ അതാണോ മനസ്സിലാകാത്തത്? അന്ന് തീർക്കാമല്ലോ, ഇപ്പൊ തീർക്കാമല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ 60 എടുത്തേ. At any time after the principal money has become due, the mortgagor has a right on payment of tender at a proper time and place of the mortgage money require the mortgagee to deliver to the mortgagor the mortgage deed and all documents relating to the mortgaged property which are in possession or power of the mortgagee. Where the mortgagee is in possession of the mortgaged property to deliver possession thereof to the mortgagor at the cost of the mortgagor either to retransfer the mortgaged property to him. അതെന്താണ് റീട്രാൻസ്ഫർ എന്ന് പറയുന്നത്? മോർഗേജ് പ്രോപ്പർട്ടി ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി മോർഗേജ്. ഏത് മോർഗേജ് കണ്ടീഷണൽ സെയിൽ ആണെങ്കിൽ റീട്രാൻസ്ഫർ ചെയ്യണ്ടേ? അതല്ലെങ്കിൽ വേറെയും വരുന്നുണ്ട്. ഏതാണ്? ഇംഗ്ലീഷ് മോർഗേജ് നോക്കിക്കോളൂ. Where the mortgagor binds himself to repay the mortgage money on a certain date and transfers the mortgage property absolute to the mortgagee, but subject to proviso that he will retransfer it to the mortgagor upon payment of the mortgage money as agreed. The transaction is called English mortgage. English mortgage ആണെങ്കിൽ റീട്രാൻസ്ഫർ ചെയ്യണം. അതാണ് at the cost of the mortgagor either to retransfer the mortgage property to him or to such third person as him direct
എനിക്കുണ്ട് ഓർ ടു എക്സിക്യൂട്ട് ആൻഡ് where the mortgage has been effected by a registered instrument, it to have registered an acknowledgement in writing that any right in derogation of his interest transferred to the mortgagee has been extinguished. അതാണ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്, അക്നോളജ്മെന്റ് ആണ്. ഇൻ റൈറ്റിംഗ് ടു എക്സിക്യൂട്ട് ആൻഡ് ഹാവ് എ രജിസ്റ്റേർഡ് ആൻഡ് അക്നോളജ്മെന്റ് ഇൻ റൈറ്റിംഗ് ദാറ്റ് എനി റൈറ്റ് ഇൻ derogation of his interest transferred to the mortgagee has been extinguished. അതായത് മോർഗേജറുടെ ആ പ്രോപ്പർട്ടിയിലെ ഇൻട്രസ്റ്റിന് ഡിറോഗേഷൻ ആയിട്ട് അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം ഈ മോർഗേജിക്ക് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം എക്സ്റ്റിംഗ്വിഷ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു അക്നോളജ്മെന്റ് ആണ് രജിസ്റ്റർ ചെയ്ത് ട്രാൻസ്ഫർ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? അക്നോളജ്മെന്റ് ആണ് ആ ഡോക്യുമെന്റ് പറയുന്നതാണ്. രജിസ്റ്റേർഡ് ടു അക്നോളജ്മെന്റ് ഇൻ റൈറ്റിംഗ് ദാറ്റ് അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ്? മറ്റേ ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടല്ലോ, ട്രാൻസ്ഫർ ഇത് മോർഗേജ് ഡീഡ്. രജിസ്റ്റേർഡ് ഇൻ റൈറ്റിംഗ് ദാറ്റ് എനി റൈറ്റ് ഇൻ ഡിറോഗേഷൻ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ്. എനി റൈറ്റ് ഹിസ് ഇൻട്രസ്റ്റ് ആണ് മോർഗേജസ് ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോപ്പർട്ടി ഇൻ ഡിറോഗേഷൻ ഓഫ് എനി റൈറ്റ് ട്രാൻസ്ഫേർഡ് ടു ദ മോർഗേജി ഹാസ് ബീൻ എക്സ്റ്റിംഗ്വിഷ്ഡ്. അങ്ങനെ മോർഗേജ് കിട്ടിയ ആ റൈറ്റ് ഒക്കെ എക്സ്റ്റിംഗ്വിഷ് ചെയ്തിരിക്കുന്നു, തീർന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? യാതൊരു ബാധ്യതയും ഇല്ല എന്നുള്ളതാണ് അക്നോളജ്മെന്റ്. അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിന്റെ കോസ്റ്റ് ആര് വഹിക്കണം? മോർഗേജർ വഹിക്കണം. Provided that the right conferred by this section has not been extinguished by act of parties or by decree of a court. അങ്ങനെ റൈറ്റ് ഓഫ് റിഡംഷൻ എങ്ങനെ വരണം? പ്രൊവൈഡ്സ് റൈറ്റ് കൺഫേർഡ് ബൈ ദിസ് സെക്ഷൻ ഹാസ് നോട്ട് ബീൻ എക്സ്റ്റിംഗ്വിഷ്ഡ് ബൈ ആക്ട് ഓഫ് പാർട്ടീസ്. ഈ പാർട്ടീസിന്റെ പ്രവൃത്തി മൂലം ആ റൈറ്റ്, ഈ റിഡംഷൻ റൈറ്റ് എക്സ്റ്റിംഗ്വിഷ് ചെയ്യാതിരിക്കണം. ആ സമയത്ത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ മോർഗേജ് യൂസർ സ്ട്രക്ചർ മോർഗേജ് ആണെന്ന് വിചാരിക്കുക. ഏത് മോർഗേജ്? ഈ മോർഗേജറുടെ കയ്യിൽ നിന്ന് വസ്തു മോർഗേജ് വാങ്ങിയെന്ന് വിചാരിക്കുക. മോർഗേജ് സബ്സിസ്റ്റിംഗ്, കണക്ക് പറഞ്ഞിട്ട് ഇയാളെ വലിയാധാരം കൊടുക്കുന്നു. അപ്പോഴെന്തായി? ദ മോർഗേജി ബിക്കംസ് ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. അതാണ് ബൈ ദ റൈറ്റ് ഓഫ് റിഡംഷൻ കൺഫേർഡ് ബൈ ദിസ് സെക്ഷൻ ഹാസ് ടു ബി എക്സ്റ്റിംഗ്വിഷ്ഡ്. റൈറ്റ് ഓഫ് റിഡംഷൻ പോയില്ലേ മോർഗേജറുടെ, അയാളുടെ വസ്തു അല്ലാതായില്ലേ? എങ്ങനെ പോയി? ബൈ ആക്ട് ഓഫ് പാർട്ടീസ്. പാർട്ടീസ് ആരാ? മോർഗേജ്. അങ്ങനെ പിന്നെ റിഡംഷൻ ഇല്ലല്ലോ. അത് ഒബ്ജക്റ്റ് ചോദിക്കാൻ പറ്റുന്നതാണ്. റൈറ്റ് ഓഫ് റിഡംഷൻ അവിടെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാണ്. ഓർ ബൈ ഡിക്രി ഓഫ് എ കോർട്ട്. ഡിക്രി ഏതാണ്? ഫോർക്ലോഷർ. അതായത് റൈറ്റ് ഓഫ് റിഡംഷൻ എക്സ്റ്റിംഗ്വിഷ് ചെയ്യുന്നപ്പോഴാണ് ഒന്നില്ലത് മോർഗേജി ബിക്കംസ് ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി ബൈ വിച്ച് കൺവെൻസിംഗ് എ ഡോക്യുമെന്റ് ബൈ ആക്ട് ഓഫ് പാർട്ടീസ്. അല്ലെങ്കിൽ എന്താണ്? ബൈ ഡിക്രി ഓഫ് എ കോർട്ട്. ഇപ്പൊ മോർഗേജർ പൈസ കൊടുക്കുന്നില്ല, ഡിഫോൾട്ട് വന്നു, കണ്ടീഷൻ സെയിലാന്ന് ഞാൻ വിചാരിക്കുക. എന്ത് വരുന്നു? സെയിൽ ബിക്കംസ് അബ്സല്യൂട്ട്. മനസ്സിലായില്ല? അങ്ങനെ വന്നപ്പോ റൈറ്റ് ഓഫ് റിഡംഷൻ എക്സ്റ്റിംഗ്വിഷ്ഡ്. അവിടെ ഡിക്രി ഓഫ് കോർട്ട് വരുന്ന എവിടെയാണ്? ഇത് ഈ മോർഗേജി ഫയൽ എ സൂട്ട് ഫോർ റിക്കവറി ഓഫ് പൊസിഷൻ. അല്ല, അത് വേണ്ട, നമ്മൾ വേറെ കളയുക. ഈ ഫോർക്ലോഷർ എടുക്കുക. മോർഗേജിയുടെ റൈറ്റ് ആണ് ഫോർക്ലോഷർ. എന്താണ് ഫോർക്ലോഷർ എന്ന് പറഞ്ഞാൽ? അർത്ഥം എന്താണ്? ക്ലോസ് ദ റൈറ്റ് ഓഫ് ദ മോർഗേജർ ടു റിഡീം. ക്ലോസ് ചെയ്യുക, ഫോർക്ലോസ്. മനസ്സിലായില്ലേ? അങ്ങനെ ഫോർക്ലോഷർ സൂട്ട് കൊടുത്ത് ആ ഫോർക്ലോഷർ ഡിക്രി ചെയ്താൽ റൈറ്റ് ഓഫ് റിഡംഷൻ ഓഫ് ദ മോർഗേജർ ഹാസ് ബീൻ എക്സ്റ്റിംഗ്വിഷ്ഡ് ബൈ പാസിംഗ് ഓഫ് എ ഡിക്രി ഓഫ് ഫോർക്ലോഷർ. അപ്പോൾ ഈ റൈറ്റ് ഓഫ് റിഡംഷൻ നേരത്തെ പറഞ്ഞത് പ്രൊവൈസ് എന്താണ്? ദ റൈറ്റ് മസ്റ്റ് ബി ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് ഫയലിംഗ് ദി റിഡംഷൻ. വെൻ റൈറ്റ് എങ്ങനെ ലോസ് ആകും? പ്രൊവൈഡ് ദാറ്റ് ദ റൈറ്റ് കൺഫേർഡ് ബൈ ദിസ് സെക്ഷൻ ഹാസ് നോട്ട് ബീൻ എക്സ്റ്റിംഗ്വിഷ്ഡ് ബൈ ദി ആക്ട് ഓഫ് പാർട്ടീസ്. ഈ പാർട്ടീസിന്റെ ആക്ട് കൊണ്ട് റൈറ്റ് നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ബൈ ഡിക്രി ഓഫ് ദ കോർട്ട് ആ റൈറ്റ് ഇല്ലാതായി. അത് ഫോർക്ലോഷർ വരുമ്പോഴാണ്. മനസ്സിലായോ? അവിടെ
സ്റ്റെഫി മനസ്സിലായ? സ്റ്റെഫി ഇല്ലേ? മനസ്സിലായി സർ. ഇനി അടുത്ത് നോക്കുള്ളൂ. Nothing this section shall be deemed to render invalid any provision to the effect that if the time fixed for payment of the money has been allowed to pass or no such time has been fixed, the mortgagee shall be entitled to reasonable notice before payment or tender of such money. അത് നമ്മൾ ഒബ്ജക്റ്റ് ടൈപ്പിന്റെ കാര്യമൊന്നുമുള്ളതല്ല, അത് നമ്മൾ വിട്ടേക്കുക. റിഡംഷൻ ഓഫ് മോർഗേജ് പ്രോപ്പർട്ടി, പോർഷൻ ഓഫ് മോർഗേജ് പ്രോപ്പർട്ടി, അത് പ്രധാനമാണ്. Nothing in this section shall entitle a person interested in the share only of the mortgaged property to redeem his own share only on payment of the proportionate part of the amount remaining due on the mortgage, except only where the mortgagee, or if there are more mortgages than one, all such mortgages as have acquired in whole or in part the share of a mortgagor. ചുരുക്കി പറഞ്ഞാല് നിങ്ങൾ വിഷമിക്കണ്ട, പീസ്മിൽ റിഡംഷൻ ഈസ് പ്രൊഹിബിറ്റഡ്. ചോദിക്കാൻ പറ്റുന്നതാണ് അവിടെ. റിഡംഷൻ ഓഫ് പോർഷൻ ഓഫ് മോർഗേജ്ഡ് പ്രോപ്പർട്ടി. ഇപ്പൊ ഞങ്ങള് ഈ രണ്ടുപേരുടെ മോർഗേജ് ചെയ്ത് കൊടുത്തു തന്നിരിക്കും. എന്റെ രണ്ടുപേരുടെ ഷെയർ ആണ്. എനിക്കും അംജത്തിനും ഷെയർ ഉണ്ട്. ബോത്ത് ഓഫ് us മോർഗേജ്, രണ്ടുപേരുടെ ഷെയർ മോർഗേജ് ചെയ്ത് ആർക്ക് കൊടുത്തു? അനീഷിന് കൊടുത്തു. മനസ്സിലായില്ലേ? രണ്ടുപേരുടെ ഷെയർ ആണ്. അപ്പോഴ് എനിക്ക് ഞാൻ റിഡീം ചെയ്യണമെങ്കിൽ എന്റെ ഷെയർ മാത്രം റിഡീം ചെയ്യാൻ പറ്റില്ല, പീസ്മിൽ റിഡക്ഷൻ പറ്റില്ല. പറ്റുന്നപ്പോഴാണ് അംജത്തിന്റെ ഷെയർ അനീഷ് വാങ്ങിയെന്ന് വിചാരിക്കുക, മോർഗേജിന്റെ ഷെയർ അനീഷ് വാങ്ങിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? എന്റെ ഷെയർ മാത്രമായിട്ട് എനിക്ക് റിഡീം ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ രണ്ടുപേരുടെയും ഷെയർ റിഡീം ചെയ്താലേ പറ്റൂ. പീസ്മിൽ റിഡക്ഷൻ ഇല്ല. അത് ഓർത്തിരിക്കേണ്ട. പീസ്മിൽ റിഡക്ഷൻ ഈസ് നോട്ട് കണ്ടംപ്ലേറ്റഡ്. അതാണ് റിഡക്ഷൻ ഓഫ് പോർഷൻ ഓഫ് മോർഗേജ് പ്രോപ്പർട്ടി. ഇനി ഞാൻ ഇത് പറഞ്ഞു വെച്ചിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നത്തിങ് ഇൻ ദിസ് സെക്ഷൻ എന്ന് വെച്ചാൽ റൈറ്റ് ഓഫ് റിഡംഷൻ ഷാൽ എൻറ്റൈറ്റിൽ എ പേഴ്സൺ ഇൻട്രസ്റ്റഡ് ഇൻ എ ഷെയർ ഓൺലി, അയാളുടെ ഇൻട്രസ്റ്റ് ഉള്ള ഷെയർ ഓൺലി ഓഫ് ദ മോർഗേജ് പ്രോപ്പർട്ടി ടു റിഡീം ഹിസ് ഓൺ ഷെയർ ഓൺലി. അയാളുടെ ഷെയർ മാത്രമായിട്ട് റിഡീം ചെയ്യാൻ ഈ സെക്ഷൻ അനുവദിക്കുന്നില്ല. എന്തിനാണ്? ഓൺ പേയ്മെന്റ് ഓഫ് എ പ്രൊപ്പോർഷനേറ്റ് പാർട്ട് ഓഫ് ദി എമൗണ്ട് റിമൈനിങ് ഡ്യൂ ഓൺ ദ മോർഗേജ്. എന്ത്? ഇപ്പൊ രണ്ടുപേരുടെയുള്ള ഷെയർ, അഞ്ചത്തിന്റെ എന്റെ ഷെയർ, അപ്പൊ എന്റെ ഭാഗം പ്രൊപ്പോർഷൻ ആയിട്ട് കൊടുത്തിട്ട് ഇത് പിടിച്ചേരെ എന്റെ അതിന് ഒഴിഞ്ഞാന്ന് പറയാൻ പറ്റില്ല. എക്സെപ്റ്റ് എപ്പോഴാണ്? വേറെ മോർഗേജി, or if there are more mortgages than one, all such mortgages has or have acquired in whole or in part the share of the mortgagor. അപ്പൊ മോർഗേജി അപ്പൊ എപ്പോഴാണ്? അപ്പൊ അത് മറ്റേ പാർട്ടിയുടെ ഷെയർ മോർഗേജി അക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ റിമൈനിങ് ഷെയർ എന്റെ മാത്രമല്ലേ ഉള്ളൂ. ഇത് ഒബ്ജക്റ്റീവ് ചോദിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അവിടെ. അതെന്താണ്? പീസ്മീൽ റിഡംഷൻ ഇല്ല. ഒന്നിക്കൂടുതൽ ആളുടെ ഷെയർ ഒരാളിന് മോർഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മോർഗേജർ റൈറ്റ് ഓഫ് റിഡംഷനിൽ നിങ്ങൾക്ക് വൺസ് എ മോർഗേജ് ആൾവേസ് എ മോർഗേജ്. അപ്പൊ മോർഗേജർ ഹാസ് ഗോട്ട് ദ റൈറ്റ് ടു റിഡീം, ബട്ട് വൺ cannot redeem his own share only while the remaining share, while other share of the mortgagor is remaining there. A part share only can be redeemed provided the remaining share has been acquired by the mortgagee. അത് വീണ്ടും വേറെ മോർഗേജ് അല്ലേ വരുന്നത്? പറ്റില്ലെന്ന് സെക്ഷൻ പറയല്ലേ? എന്നോട് ഇങ്ങനെ വെച്ചാൽ എന്താ പറയാൻ? സെക്ഷൻ പറയുന്നത് പറ്റില്ലെന്നല്ലേ? സെയിൽ ആര് സെയിൽ ചെയ്താല്? ചോദിച്ചോളൂ. നമ്മൾ രണ്ടും കോണറാന്നിരിക്കട്ടെ, അങ്ങനെ പറയും. വിറ്റോ അയാൾ മോർഗേജറായിട്ട് മാറും. മോർഗേജ് നിൽക്കുകയല്ലേ അവിടെ പീസ്മൽ റിഡക്ഷൻ പറ്റില്ലല്ലോ. അപ്പോഴും മോർഗേജ് റിലേഷൻഷിപ്പ് നിൽക്കല്ലേ. അപ്പൊ അബ്ജത്തിന്റെ ഭാഗത്ത്, എയുടെ ഭാഗത്ത് വേറൊരാൾ വന്നു എന്നല്ലേ ഉള്ളൂ. അബ്ജത്തിന്റെ ഭാഗത്ത് അനീഷ് വന്നല്ലേ ഉള്ളൂ. അല്ലാതെ പീസ്മീൽ എങ്ങനെ പറ്റും? അല്ലാതെ പകുതിയാണല്ലോ. അതെങ്ങനെ? അല്ലാതെ ഇപ്പൊ അംജത്തിന്റെ ഭാഗത്ത് അനീഷ് വന്നു. നിങ്ങളുടെ രണ്ടുപേരുടെ സ്റ്റാറ്റസ് എന്താണ്? മോർഗേജർ അല്ലേ? ഒരു മോർഗേജ് ഡീഡ് നിങ്ങൾ കൊടുത്തിരിക്കുന്നല്ലേ രണ്ടുപേരും കൂടെ, ഞാനും നിങ്ങളും കൂടെ കൊടുത്തിരിക്കുന്നതല്ലേ? അവിടെ അനീഷ് വന്ന് പറഞ്ഞിട്ട് പിന്നെ അംജത്തിന്റെ അനീഷ് വന്നാൽ പ്രത്യേകത എന്താ? അവിടെ പ്രത്യേകത എന്താ?
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഇത് ആ സംശയം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാറുണ്ടാണ്. ഇപ്പൊ ഒന്നിൽ കൂടുതൽ മോർഗേജ് ഷെയർ മോർഗേജ് ചെയ്തിട്ടുണ്ട് ഒരാളിന്. അങ്ങനെ ആകുമ്പോൾ അതിൽ ഒരു ഷെയർ വേറൊരാളിന് വിറ്റാല്, അനീഷിന് വിറ്റാല്, അനീഷ് ഹാസ് ഗോട്ട് എ റൈറ്റ് ടു റിക്വസ്റ്റ് ദ മോർഗേജി ദാറ്റ് ദിസ് മോർഗേജ് മണി മേ ബി റിയലൈസ്ഡ് ഫ്രം ദി അതർ ഷെയർ റീറ്റെയിൻഡ് ബൈ ദ മോർഗേജർ. ഞാൻ ആദ്യം പഠിപ്പിച്ച അതല്ലേ, അവിടെ നല്ല തുടങ്ങിയത്. ആ മാർഷലിംഗിലെ തുടങ്ങിയത്. ആ ചോദ്യം ഇപ്പൊ ചോദ്യം മാർഷലിംഗിന്റെ ചോദ്യമല്ലേ വന്നത്. അങ്ങനെ മോർഗേജ് ഇരിക്കുമ്പോ ഒരു മോർഗേജ് ഇരിക്കുന്ന പ്രോപ്പർട്ടിയിൽ ഒരു ഭാഗം വിറ്റാല് ആ വാങ്ങുന്ന ആളുടെ റൈറ്റ് മാർഷലിംഗേ ഉള്ളൂ. അയാളെ സ്റ്റാറ്റസ് ഓഫ് ദ മോർഗേജ് അപ്പോഴേ നിൽക്കുകയാണ്. അങ്ങനെ മാർഷലിംഗ് ഇല്ലെങ്കിൽ, മാർഷലിംഗ് വന്ന് അനുവദിച്ചു കഴിഞ്ഞാൽ ശരി, പിന്നെ എന്റെ ഷെയർ മാത്രമായിട്ട് മാറ്റാം. ആ സംശയത്തിന്റെ ഒരു ഭാഗം അവിടെയാണ് വരുന്നത്. യു ഡിസ്പോസ് ഓഫ് ദ പ്രോപ്പർട്ടി ടു അനീഷ്. Anish requested for marshalling to the mortgagee. The mortgagee had given consent. Then that mortgage, which was originally executed to Amjad, which was transferred to Anish, has been extinguished. Then the remaining share is only that of me. അങ്ങനെ I can redeem it. എന്തുകൊണ്ടാണ് അവിടെ അത് മാത്രമല്ലേ ഉള്ളൂ റെഡീം ചെയ്യാനായിട്ട്. റെഡീം ചെയ്യുമ്പോൾ എന്ത് വരും? എന്താണ് വരുന്നത്? എന്താണ് അനീഷിന് കൊടുത്ത വസ്തുവിലുള്ള മോർഗേജ് എമൗണ്ടും കൂടെ ഞാൻ കൊടുക്കണം. ഞാൻ അത് മാറ്റി വെച്ചിട്ട് എന്റെ മാത്രം മാറ്റാൻ പറ്റില്ല. അവിടെ അതാണ് പറയുന്നത്. പീസ്ഫുൾ റിഡക്ഷൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? എന്റെ ഷെയറിന്റെ കൂടെ ഇതുകൂടെ വന്ന് അത് ഒരു ഷെയർ ഒരു മോർഗേജർ ആണെങ്കിലും പറ്റും മാർഷലിംഗ്, വേറൊരാളിനെ പറ്റില്ല, രണ്ടുകൂടാണെങ്കിൽ പറ്റില്ല. കാര്യം മാർഷലിംഗ് വരുമ്പോ രണ്ട് മോർഗേജ് ഉണ്ട്. ഇപ്പൊ ഞാനും അംജത്തും കൂടെ രണ്ട് മോർഗേജ് ഉണ്ടെന്ന് വിചാരിക്കുക. അംജത്തിന്റെ അനീഷിന് വിറ്റു. അനീഷ് പറയുന്നു എന്റെ ആ മോർഗേജിൽ നിന്ന് ഒഴിവാക്കി ഇന്ന ആളിന്റെ അത് കൊടുക്കാൻ പറയുമ്പോ ചുമ്മാ ആയിരിക്കും എന്റെ തോളെ കൊണ്ട് വെക്കുകയല്ലേ അംജത്ത് വാങ്ങിയ കൂടെ അതിന്റെ എമൗണ്ട്. അത് പറ്റുമോ? അതാ പറയുന്നത്. അപ്പൊ നമ്മൾ ആ സർക്കംസ്റ്റൻസ് എന്താന്ന് മനസ്സിലാക്കണം. അതിന്റെ നിങ്ങൾ സെയിൽ നടത്തിയാൽ എന്താ, ഇൻ ദ പ്ലേസ് ഓഫ് വ്യൂ ദ ബയർ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അറ്റ് ദ സെയിം ടൈം ദ റിലേഷൻഷിപ്പ് ഓഫ് മോർഗേജർ ആൻഡ് മോർഗേജ് ഈസ് സബ്സിസ്റ്റിംഗ്. ദ സെക്ഷൻ പ്രൊഹിബിറ്റ്സ് പീസ്ഫുൾ റിഡംപ്ഷൻ. അതാണ് പറയുന്നത്, പീസ്ഫുൾ റിഡംപ്ഷൻ. ഇപ്പൊ മോർ ദാൻ 2 or 3 ഷെയർസ് ആർ മോർഗേജ് ടു എ മോർഗേജി. ഇത് റൈറ്റ് ടു റിഡംപ്ഷൻ ഈസ് എക്സർസൈസ്ഡ്. Any one among the mortgagee can redeem it. Mortgager can redeem it, provided he has to redeem all the mortgages. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ഈ മറ്റുള്ള റിഡീം ചെയ്യാത്ത മോർഗേജറുടെ മോർഗേജി ആയിട്ട് ഒറ്റയാൾ ഷെയർ റിഡീം ചെയ്യുമ്പോൾ അയാൾ മോർഗേജി ആയിട്ട് മാറും അവരുടെ. അതർ മോർഗേജേഴ്സ് ഹാവ് ടു പേ ദി എമൗണ്ട് ടു ദി മോർഗേജ് മണി ടു ദി പാർട്ടി ഹു ഹാഡ് റിഡീംഡ് ദ മോർഗേജ് their mortgage also. സൗഫിയിലേക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? മനസ്സിലായി സർ. നദീഷയ്ക്ക് കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു. ആണോ? എവിടാണോ കൺഫ്യൂഷൻ? അത് കൺഫ്യൂഷൻ എന്തായാലും മനസ്സിലായാലേ കൺഫ്യൂഷൻ പറയാൻ പറ്റും അല്ലേ നദീഷ? അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന പറയുന്നത് റിഡംപ്ഷൻ ആണ്. ഇപ്പൊ നദീഷയും സ്റ്റെഫിയും പിന്നെ സൗഫിയിലും കൂടെ 3 മോർഗേജ്. നിങ്ങൾ 3 പേരുണ്ട്, 3 ഷെയർ ഉണ്ട്. നിങ്ങൾ 3 പേര് എനിക്ക് പ്രോപ്പർട്ടി മോർഗേജ് ചെയ്തു. യു ആർ 3 മോർഗേജേഴ്സ്. ഐ ആം ദ മോർഗേജി. അപ്പോൾ അതെന്ത് മോർഗേജ് ആയിട്ട് അത് ഇടപാട് തീരുന്നു. ദ റൈറ്റ് ഓഫ് റിഡംപ്ഷൻ ഈസ് എക്സർസൈസിങ്. ബട്ട് നദീഷ് ആൻഡ് സൗഫിൽ ആർ നോട്ട് വില്ലിംഗ് ടു റിഡീം ഇറ്റ്. നിങ്ങളുടെ കയ്യിലൊന്നും പൈസ ഇല്ലെന്ന് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ തയ്യാറാകുന്നില്ല. Steffi wanted to redeem the mortgage. Steffi cannot redeem her own share only. ഇതൊറ്റ മോർഗേജിലാണ് പോയിരിക്കുന്നത്. ഒറ്റ മോർഗേജ് ആണെങ്കിലേ പറ്റുള്ളൂ. ഷെയർ അൺഡിവൈഡഡ് ഷെയർ ആണ് നിങ്ങളുടെ. അതാണ് സെക്ഷൻ പറയുന്നത്. ഷെയർ ആണ്, 3 പേർക്കുള്ള ഷെയർ ആണ്. നിങ്ങൾ 3 മോർഗേജ് അവരവരുടെ മോർഗേജ് ചെയ്യാം. സ്റ്റെഫി എന്ത് ചെയ്യണം? സൗഫിയിലെ നദീഷയും കൂടെ മോർഗേജ് കൂടെ സ്റ്റെഫി റിഡീം ചെയ്യണം. പീസ്ഫുൾ റിഡംഷൻ പറ്റില്ല.
അങ്ങനെ റെഡീം ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? നിങ്ങൾ മോർഗേജിക്ക് കൊടുക്കാനുള്ള പൈസ ആരാ കൊടുത്തോ? മോർഗേജ് പണി ആര് കൊടുത്തു? സ്റ്റെഫി കൊടുത്തു അല്ലേ? സ്റ്റെഫി കൊടുത്തപ്പോഴത്തേക്ക് സ്റ്റെഫി ആരായി? നിങ്ങളുടെ മോർഗേജിയായി. നദീഷയുടെയും സോഫിയുടെ മോർഗേജിയായി. നിങ്ങൾ യഥാർത്ഥ മോർഗേജി കൊടുക്കാനുള്ളത് ആർക്ക് കൊടുക്കണം? സ്റ്റെഫി കൊടുക്കണം. സ്റ്റെഫിയുടെ നിങ്ങൾക്ക് റെഡീം ചെയ്യാം. നിങ്ങളുടെ 3 പേരുടെ ഷെയർ പീസ്മീൽ സ്റ്റെഫിക്ക് അല്ലെ നിങ്ങളുടെ 2 പേരുടെ ഷെയർ നിർത്തിക്കിട്ട് സ്റ്റെഫിക്ക് റെഡീം ചെയ്യാൻ പറ്റും. എപ്പോഴാണെന്ന് അറിയാമോ? നിങ്ങൾ 2 പേരുടെ നിങ്ങളുടെ ഷെയർ എനിക്ക് വിറ്റു എന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്തായി? ഞാൻ നിങ്ങളുടെ വസ്തുവിന്റെ ഉടമസ്ഥരായി. പിന്നെ ആകെയുള്ള ഷെയർ റെഡീം ചെയ്യാൻ ഏതാ ഉള്ളത്? സ്റ്റെഫിയുടെ ഷെയറേ ഉള്ളൂ. അപ്പൊ അത് റെഡീം ചെയ്യാം. പീസ്മീൽ റിഡക്ഷൻ പറ്റില്ലെന്ന്, റിഡംഷൻ പറ്റില്ല. ഇത്രയും മനസ്സിലായ നദീഷയ്ക്ക്? വസ്തുവൊന്നും തരികയൊന്നും വേണ്ട, ഞാൻ കഥ പറയാന്നേ ഉള്ളു കേട്ടോ. ഇനി അത് വായിച്ചു നോക്കുള്ളൂ. റിഡംഷന്റെ നിങ്ങളുടെ കുഴപ്പമല്ല, ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പിനാണ് ഞാൻ പഠിപ്പിക്കുന്നത്. റിഡംഷൻ ഓഫ് പോർഷൻ ഓഫ് മോർഗേജ് പ്രോപ്പർട്ടി ശ്രദ്ധിച്ചോളൂ. 60-ലാണ്. നത്തിങ് ഇൻ ദിസ് സെക്ഷൻ ഷാൽ എൻഡൈറ്റിൽ എ പേഴ്സൺ ഇൻട്രസ്റ്റ് ഇൻ എ ഷെയർ ഓൺലി ഓഫ് ദി മോർഗേജ് പ്രോപ്പർട്ടി ടു റിഡീം ഹിസ് ഓൺ ഷെയർ ഓൺലി. ഷെയറാ പറയുന്നത്. നിങ്ങളുടെ 3 പേരും കൂടെ അൺഡിവൈഡഡ് ഷെയറിൽ, ഷെയർ എന്ന് പറയുമ്പോഴേതാണ് ഡിവൈഡ് ചെയ്ത് മാറ്റുമ്പോഴേ അബ്സല്യൂട്ട് ഓണർ, അതിൽ ഷെയർ ആണ്. അങ്ങനെ ഒരാളുടെ ഷെയർ മാത്രം മാറ്റാൻ പറ്റില്ല. ഓൺ പേയ്മെന്റ് ഓഫ് ദി പ്രൊപ്പോർഷനേറ്റ് പാർട്ട് ഓഫ് ദി, നിങ്ങൾ 3 പേരും കൂടെ 6 ലക്ഷം രൂപയ്ക്ക് മോർഗേജ് ചെയ്തു. അപ്പൊ ഷെഫിയുടെ 2 ലക്ഷം രൂപ കൊടുത്ത് എന്നെയും പറഞ്ഞു വിട്ടാരെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കിടന്ന് 6 ലക്ഷം രൂപ കൊടുത്തിട്ട് റെഡീം ചെയ്യണം. അല്ലെങ്കിൽ എന്ത് വരും? ഇനി ശ്രദ്ധിച്ചോണം. ഓൺ പേയ്മെന്റ് ഓഫ് പ്രൊപ്പോർഷനേറ്റ് പാർട്ട് ഓഫ് ദി എമൗണ്ട് റിമൈനിങ് ഡ്യൂ ഓൺ ദ മോർഗേജ് എക്സെപ്റ്റ് ഓൺലി where the mortgagee or if there are more mortgages than one, all such mortgagees has or have acquired the whole or part of the share of the mortgager. ആ മോർഗേജറുടെ ആ ഷെയർ ഒന്നി മൊത്തമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ പാർട്ട് എന്താണ് സ്റ്റെഫിയുടെ കഴിഞ്ഞിട്ട് പാർട്ട് എന്താണോ അവിടെ ഉള്ളത് അത് എടുക്കുക. അത് അക്വയർ ചെയ്യുക. അക്വയർ ചെയ്യുന്ന ഏത് രീതിയിലാകാം? പ്രോപ്പർട്ടി ഗിഫ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോഴും അയാള് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാന്ന് വിചാരിക്കുക. അത് പല രീതിയിൽ അക്വയർ ചെയ്യുന്നത് നമ്മളിപ്പോ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ഓഫ് റിഡംഷൻ ഓഫ് ദി അതർ ഷെയറേഴ്സ് ഷുഡ് നോട്ട് ബി ഇൻ എക്സിസ്റ്റൻസ്. ചുരുക്കി പറഞ്ഞാൽ പീസ്ഫുൾ റിഡംഷൻ ഈസ് പ്രൊഹിബിറ്റഡ്. പീസ്ഫുൾ റിഡംഷൻ പറ്റില്ല. ഇത് അഡ്വക്കേറ്റ് നദീഷ അമല മനസ്സിലായോ? അമല ഇതൊക്കെ മനസ്സിലായോ? ഈ നദീഷ എന്താ മനസ്സിലായതോ ചോദിക്കാൻ എന്തായിരുന്നു? ഇപ്പൊ എന്നോട് അംജിത്ത് ചോദിച്ചല്ലേ? നിങ്ങൾ ചോദിക്കണം, സംശയം ചോദിക്കണം. നമ്മൾ വെറുതെ ഇരിക്കില്ലല്ലോ, നമ്മൾ വെറുതെ വന്നിരുന്ന് കേട്ടിട്ട് പോകാനില്ലല്ലോ. അല്ല ഭജകോ എന്താണ് അവരുടെ അല്ല ഭജകോ എന്താണ്? ഒരു ഭജനമേള ഉണ്ടല്ലോ ഇപ്പൊ. എന്താണ് ഒരു ഭജന സംഘമില്ലേ ഇപ്പൊ? അതുപോലെ ഭജനയൊക്കെ വന്നിരിക്കല്ലോ കൈയും കൊട്ടി. നമ്മൾ സംശയമായിട്ട് ചോദിക്കണം. ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകണം. സംശയം ചോദിക്കുന്ന ഇഷ്ടം തന്നെ, എന്നാലും അപ്പൊ നമ്മളെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടൊന്ന് അത് റീവൈൻഡ് ചെയ്യാം. ഇംഗ്ലീഷ് മോർഗേജ് നമ്മുടെ ഇംഗ്ലീഷ് മോർഗേജിൽ വന്ന രസമാണ്. ഇംഗ്ലീഷ് മോർഗേജ് എന്ന് പറഞ്ഞാൽ പണ്ട് സായിപ്പന്മാരുടെ കാലത്ത് ഉണ്ടാക്കിയതല്ലേ. ആ ഇംഗ്ലീഷ് മോർഗേജ് റിഡംഷൻ ഇതിനകത്ത് പറയും. നമ്മളത് തമാശയായിട്ട് എടുക്കാം. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇംഗ്ലീഷ് മോർഗേജ് ഒന്നും ഇപ്പോഴില്ലെന്നേ. ഇപ്പോഴും മോർഗേജ് ഡെപ്പോസിറ്റ് ടൈറ്റിൽ ഡീഡ് അല്ലാതെ വേറെ ഏതാ ഉള്ളത്? പിന്നെന്താണ്? ഇപ്പൊ ഈശോർക്ക് മോർഗേജ് ഒന്നും ഇല്ലല്ലോ. പിന്നെന്താണ്? വേറെ മോർഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നാട്ടിൻപുറത്തുള്ള ഈ ബ്ലേഡുകാരില്ലേ, അവര് അവിടെ കാശ് വാങ്ങിച്ച് വിലയാധാരം വാങ്ങിക്കും ഇപ്പൊ. അതാണ് ഞാൻ പറഞ്ഞ, അതാണ് മോർഗേജ് ഓൺ കണ്ടീഷൻ
മോർഗേജ് ഞാൻ വേറെ പറഞ്ഞില്ല, എന്താണ് മോർഗേജ് അല്ല, പിന്നെ സെയിൽ ഓൺ കണ്ടീഷൻ ഓഫ് റീപർച്ചേസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, റൂളിംഗ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മോർഗേജ് ആൻഡ് കണ്ടീഷണൽ സെയിലല്ല അവരെ വിലയാധാരം വാങ്ങുന്നത്. അങ്ങനെയാണ് വിലയാധാരം എഴുതുന്നത്. അങ്ങനെ വിലയാധാരം മോർഗേജ് ആയിട്ട് വിലയാധാരം എഴുതണം. അതിനകത്ത് അത് പറയാം. ഇത് ഔട്ട്റൈറ്റ് സെയിലാണ് ഇവന്മാർ എഴുതി വാങ്ങുന്നത്. 10 ലക്ഷം രൂപ തന്നെ 5 സെന്റ് വസ്തുണ്ട്, 10 ലക്ഷം രൂപ കൊടുക്കും. കൊടുത്തിട്ട് എന്ത് പറയും, മാസം 5 രൂപ പലിശ അല്ലെ 6 രൂപ പലിശ തന്നുകൊണ്ടിരിക്കണം. ഇതില്ലെങ്കിൽ തന്ന ഇടപാട് വരുമ്പോഴത്തേക്കും തിരിച്ചെഴുതി തരാം. ഇതൊക്കെ ആ തിരിച്ചെഴുതി തരാമെന്നുള്ളതൊക്കെ അവർ തമ്മിലുള്ള ധാരണയാണ്. അല്ലാതെ ഈ സെയിൽ ഓഫ് ദ പ്രോപ്പർട്ടി ഓൺ കണ്ടീഷൻ ഓഫ് റീപർച്ചേസ് എന്ന് പറയുന്നത് ആ ഡോക്യുമെന്റ് തന്നെ അത് പറഞ്ഞിട്ടാണ്, അല്ലെ സെപ്പറേറ്റ് ഒരു എഗ്രിമെന്റ് വെച്ചിട്ടാണ് എടുക്കേണ്ടത്. അല്ലെ ആ ഡോക്യുമെന്റ് തന്നെ പറയണോ റീപർച്ചേസിന്റെ? മനസ്സിലായില്ലേ? അതൊന്നും അല്ല. അല്ലാതെ ഇപ്പൊ ഇവിടെ മോർഗേജ് നടക്കുന്ന ഇത് ഈ മോർഗേജേ ഉള്ളൂ. മറ്റേ ഞാൻ ഈ പൈസ ബ്ലേഡ് കാർഡ് പറയുമ്പോൾ അതിന് വിലയാധാരം ഇങ്ങനെ വാങ്ങി വെച്ചിട്ട് അവന് പൈസ എല്ലാം കൂടെ മുടങ്ങുമ്പോഴത്തേക്ക് അവൻ വസ്തു അവൻ്റെതായി. അവര് കേസിന് പറയാൻ എന്താണ്, ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചാന്ന് പറയും. കളിപ്പിക്കുന്നത് മനസ്സിലായില്ലേ? എല്ലാ നിയമവും നമ്മുടെ നിയമത്തിലുള്ള കുഴപ്പമില്ല. എല്ലാ നിയമങ്ങളും നമ്മുടെ ആളുകളും മിടുക്കന്മാരെന്ന് പറയുന്നത് നിയമം എങ്ങനെയത് വെടക്കാക്കി തനിക്കാക്കാം എന്നാണ് നമ്മുടെ ആളുകൾ നോക്കുന്നത്. എല്ലാ നിയമങ്ങളും അതാണ് ഇവിടെ വരുന്നത്, വെടക്കാക്കി തനിക്കാക്കി എടുക്കുക. ഞാൻ ഇംഗ്ലീഷ് മോർഗേജിന്റെ വന്നപ്പോ ഒരു കാര്യം കേട്ടോ, ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് പരീക്ഷ പർപ്പസ് ഒന്നും വരുന്നില്ല, എന്നാലും അത് മാർഷലിംഗ്, ട്രാക്കിംഗ്, ഡെപ്പോസിറ്റ്സ്, പോസ്റ്റ്പോൺമെന്റ് ഇതൊക്കെ ഇത്രയും കണ്ടുപിടിച്ച് എഴുതിയവന്റെ ചെപ്പാക്കുറ്റിക്ക് അടി കൊടുക്കണം. ആവശ്യമില്ലാതെ ഒരുപാടെണ്ണം ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതാ അത് വക്കീലന്മാരെ സഹായിക്കാൻ വേണ്ടി എല്ലാം. അല്ലെങ്കിൽ ഈ സ്ഥിരം മോട്ടാക്കള് വല്ലതും വക്കീലന്മാര് വെക്കും, അവൻ തന്നെ കേസ് നടത്തല്ലേ. കാര്യങ്ങൾ മനസ്സിലാക്കി വന്നാലേ ഈ നമ്മുടെ നിയമകാര്യങ്ങളെല്ലാം നേരായി ഇല്ലാണ്ട് അല്ലെങ്കിൽ എല്ലാവരും കയറിയങ്ങ് പോകൂലേ. അതുകൊണ്ടാണ് എന്താന്ന് എനിക്ക് അറിയില്ല. സത്യത്തിൽ ഇതൊക്കെ വലിയ ആവശ്യമില്ലാതെ ഈ നിയമങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതിന്റെ. പക്ഷെ നമ്മളത് പഠിച്ചല്ലേ പറ്റൂ. അതുകൊണ്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഇംഗ്ലീഷ് മോർഗേജിന്റെ പ്രൊവിഷൻ ഉണ്ട്. അതായത് പക്ഷെ ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എന്തെല്ലാം ഈ നിയമം എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ഇറ്റ് ഇസ് എ ക്ലവർലി ഡ്രാഫ്റ്റഡ് ആക്ട് ആണ്. എന്താണ്, ഏത് രീതിയിൽ വന്നാലും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ കോടതിയിലെ കേസുകൾ നോക്കിയോ, എല്ലാം ഇതിനകത്ത് വരുന്നതാണല്ലോ. ഒരു പ്രൊവിഷൻ ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കേസ് കളയാനൊക്കെ. അതാണ് പിന്നെ മോർഗേജിനകത്ത് ആവശ്യമില്ലാത്ത ഒരുപാടുണ്ട്. അത് കുറെ കളഞ്ഞിട്ടുണ്ട് മോർഗേജിൽ നിന്ന്. അതുകൊണ്ട് ഇതിൽ നിന്ന് മാറ്റി പ്രത്യേകം CPCയിൽ പ്രത്യേകം പ്രൊവിഷൻ ഉണ്ടാക്കി സൂട്ടിന്റെ മാറ്റിയിട്ടുണ്ട്. ഈ മോർഗേജിന്റെ തന്നെ കുറെ പ്രൊവിഷനൊക്കെ ഇത് കളഞ്ഞിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ കളയേണ്ടത് കുറെ ഉണ്ട്, ആവശ്യമില്ലാത്ത ഒരുപാടെണ്ണം അതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നമ്മളിപ്പോ നമ്മുടെ ആലോചിച്ച് നോക്കാം. എനിക്ക് കുറെ വസ്തുണ്ട്, സാമ്പത്തിക പ്രശ്നം വന്നു, ഞാനത്തെ മോർഗേജ് ചെയ്തു. മോർഗേജ് ചെയ്തപ്പോഴത്തേക്ക് ആ പൈസ എന്റെ തീർന്നു, ഞാൻ വീണ്ടും ബുദ്ധിമുട്ടില്ല. പക്ഷെ അവന്റെ ഈ വസ്തു വലിയ വസ്തുവാണ്. എന്ത് ചെയ്യും? എനിക്കത് വിൽക്കണം, എനിക്കൊരുത്തന്നെ വിൽക്കാം. അപ്പൊ മോർഗേജ് എടുക്കുന്ന പ്രോപ്പർട്ടി വിൽക്കാൻ പാടില്ലെന്ന് പറയാൻ നോക്കുവോ? അതിപ്പോ അതിനകത്ത് അങ്ങനെ വിൽക്കാം. അങ്ങനെ വന്നാൽ വാങ്ങുന്നവന്റെ റേറ്റ് എന്താണ്? അങ്ങനെ വന്നാല് ഈ മോർഗേജ്,  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  മോർഗേജ്,  മോർഗേജ്,  മോർഗേജ്,  മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,   മോർഗേജ്,
കാര്യം എന്താണ്, അവന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നല്ലേ ആ പ്രോപ്പർട്ടി ആസെറ്റ് ഈസ് ദെയർ ഉണ്ടല്ലോ, ആളെ മാറിയെന്നല്ലേ ഉള്ളൂ. അപ്പോഴേ വേറൊരാൾ വിൽക്കുമ്പോഴത്തേക്ക് അവൻ വാങ്ങുമ്പോഴത്താണ് ഇതേ ലൈബിലിറ്റിയോട് കൂടിയാണ് വാങ്ങുന്നത്. ആ ലൈബിലിറ്റി എവിടെ വരുന്നു? ഇത് മോർഗേജിയുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. അവിടെ സെപ്പറേറ്റ് താമസി ഡോക്യുമെന്റ് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഈ ലൈബിലിറ്റി ഉണ്ട്, മറച്ചു വെക്കാൻ ഒക്കില്ലല്ലോ. അപ്പൊ ആ മോർഗേജ് മണി എത്രയാണോ അത് ആ സമയത്ത് എത്രയാണ് അതനുസരിച്ചുള്ള തുക കുറച്ചിട്ട് ബാക്കി സെയിൽ ഡീഡ് കൊടുക്കുന്നു. ഡെപ്പോസിറ്റ് ടൈറ്റിൽ ഡീഡ് ആകുമ്പോഴത്തേക്ക് സബ് രജിസ്റ്റർ ഓഫീസർ ഇതില്ല, പക്ഷെ ഒറിജിനൽ ഡോക്യുമെന്റ് ചോദിക്കുമല്ലോ അവൻ, അത് ബാങ്കിലിരിക്കല്ലേ. എല്ലാത്തിനും പ്രൊവിഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ തലയും കുത്തിന്ന് പഠിക്കുന്നത് ഒരുത്തം കുത്തിയിരുന്ന് എഴുതുന്നെന്ന് ആലോചിച്ച് നോക്കിയേ. ഇംഗ്ലണ്ടിലോ ഒന്നുമില്ല, നമ്മുടെ ഇവിടെ ഇതൊന്നുമില്ല. ഇത് നമ്മളെ പരീക്ഷയ്ക്ക് ഇത് 150 വർഷം പഴക്കമുണ്ട് ഈ ആക്ടിന്. അതെ 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 അതെ. ഇപ്പോഴും ഇവിടെ ഇത് കിടപ്പുണ്ട്. ഇവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞാല് ഈ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി അല്ല. ഇത് എവിടെ നടക്കുന്നത്? ഇപ്പൊ ഞാന് 10-30 കൊല്ലം ഞങ്ങളൊക്കെ ജഡ്ജിമാരായിട്ടിരുന്നു. ഈ മോർഗേജ് ഡെപ്പോസിറ്റ് ടൈറ്റിൽ ഡീഡിന്റെ സൂട്ടല്ല വേറൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അത് ബാങ്കുകാരുടെ കേസാണ്. ബാങ്കുകാർ കേസ് കൊണ്ട് കൊടുക്കും. ഇപ്പൊ അതുമില്ല. എന്തായി? സർഫസ് ആക്ട് വന്നു. അപ്പൊ ഇതും പോയി. സർഫസ് ആക്ട് വന്നപ്പോഴെന്താണ്? ബാങ്കുകാർക്ക് നേരിട്ട് പൊസഷൻ എടുക്കാം. പൊസഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ? ഇയാള് പോണ ആര്? ഈ മോർഗേജ് പോണം. എവിടെ പോണം? പിന്നെ ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലിൽ പോണം. പോയിട്ട് അവിടെ അയാൾ കേസ് കൊടുക്കണം. ബാങ്കിൽ നിന്ന് പൊസിഷൻ തിരിച്ച് വിട്ട് കിട്ടണമെങ്കിൽ റിലീസ് ചെയ്ത് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അവിടെ അവർ പറയുന്ന പൈസ അവിടെ കെട്ടി വെച്ചിട്ട് പൊസിഷൻ തിരിച്ചെടുക്കണം. പൊസിഷൻ എടുക്കാൻ വേണ്ടി അവർക്ക് നേരിട്ട് എടുക്കാം. ഒരു അഡ്വക്കേറ്റിനെ വെച്ച് പൊസിഷൻ എടുക്കാം. CJN കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്ത് അവിടെ നിന്ന് പൊസിഷൻ എടുക്കാം അഡ്വക്കേറ്റിനെ വെച്ചിട്ട്. അപ്പൊ അതിലൊന്നും മാറ്റം വന്നു. അപ്പൊ ഒരുപാട് ട്രാൻസ്ഫർ പ്രോപ്പർട്ടി നമ്മൾ ഇത്രയും കുത്തിയെന്ന് പഠിച്ചാൽ ആകെ 5-6 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഉള്ളതിനകത്ത്. പക്ഷെ എവിടെ ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഞാൻ പറഞ്ഞ ഭാഗത്തുനിന്ന് വരുത്തതുള്ളൂ എന്റെ ഒരു വിശ്വാസത്തിൽ. കേട്ടോ, കാര്യമില്ല. ഇപ്പൊ സമയം എന്തായി? 9 കഴിഞ്ഞോ? 9 ഞാൻ ഇന്ന് തീർക്കാൻ പറ്റുന്നില്ല. അനോമലസ് മോർഗേജ്, ഇംഗ്ലീഷ് മോർഗേജിന്റെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അതാണ് ഞാൻ നോക്കി വയ്ക്കുന്നത്. നാളെ കാണാം കേട്ടോ. നദീഷ എത്ര വർഷമായി പ്രാക്ടീസ് ചെയ്യാനായിട്ട്? ഞാൻ 2008 എൻറോൾ ചെയ്താണ്. പിന്നെ കുറച്ച് ബ്രേക്ക് ആയി. ഇപ്പൊ 10 വർഷം കണ്ടിന്യൂസ് പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ ക്ലാസ് ശ്രദ്ധിക്കണം കേട്ടോ. സംശയം ചോദിക്കണേ. ചോദിക്കണം. ഓക്കെ, ശരി. എന്നാ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് സർ. Thank you, sir.